പ്രാർത്ഥിക്കാം. കരുണ്യവാനായ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരുന്ന സ്വർഗീയ അപ്പച്ച, ഇന്ന് വരെ കാത്തു സൂക്ഷിച്ചതിനും അനുഗ്രഹിച്ചതിനൊക്കെ നന്ദി പറയാം. ജീവിതത്തിന് പ്രതിസന്ധികൾ ഉണ്ടായപ്പോഴും സങ്കടങ്ങൾ ഉണ്ടായപ്പോഴും പ്രശ്നങ്ങൾ കടന്നു വന്നപ്പോഴും അങ്ങാണ് ഞങ്ങളെ വഴി നടത്തിയത്. പലപ്പോഴും ഒറ്റപ്പെട്ട അനുഭവങ്ങളിലൂടെ, സങ്കടപ്പെടുത്തുന്ന പ്രശ്നങ്ങളിലൂടെ ഓരോ ദിവസവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴും പലപ്പോഴും കരഞ്ഞ് കണ്ണുനീര് തോർന്നപ്പോഴും ജീവിതത്തിലെ ക്ലേശങ്ങൾ വർദ്ധിച്ചപ്പോഴുമൊക്കെ അങ്ങാണ് ഞങ്ങളെ സഹായിച്ചത്. ദൈവമേ, നന്ദി പറയുന്നു. ഇനിയുള്ള ഞങ്ങളുടെ ജീവിതത്തിലും അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടാകണേ. പ്രശ്നങ്ങൾ വർദ്ധിക്കുമ്പോഴും സങ്കടങ്ങൾ വർദ്ധിക്കുമ്പോഴും ആരോരുമില്ലാതെ ജീവിതത്തിൻ്റെ മുന്നിൽ കരയേണ്ട അവസ്ഥകൾ കടന്നു വരുമ്പോഴും നീ കൂടെയുണ്ടെന്നുള്ള വിശ്വാസത്തോടു കൂടെ ജീവിക്കുവാൻ നീ ഞങ്ങളെ ശക്തിപ്പെടുത്തണേ. ഒത്തിരി പ്രതിസന്ധികളും സങ്കടങ്ങളും വേദനകളൊക്കെ ഞങ്ങളുടെ കൂടെയുണ്ട് കർത്താവെ. പലപ്പോഴും ആരും അറിയാതെ കരയുന്നവരാണ് ഞങ്ങളിൽ പലരും. ദൈവമേ, എൻ്റെ മുമ്പിലായിരിക്കുന്ന ഈ സഭയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കൊടുക്കണമേ. ഇവരുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. ഇവരുടെ ജീവിതത്തെ ചേർത്ത് പിടിച്ച് എല്ലാവിധത്തിലുള്ള നന്മകളും നൽകി ഇവരെ അങ്ങ് സ്വന്തമാക്കി അനുഗ്രഹിക്കണമേ. എല്ലാ മഹത്വവും എല്ലാ പുകഴ്ചയും യേശുവിൻ്റെ നാമത്തിന് മാത്രം. യേശുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. എല്ലാവർക്കും സുഖമാണോ? മിണ്ടത്തില്ല. സുഖമാണോ? മിണ്ടത്തില്ല. സുഖമാണോ? നിങ്ങൾ പറയാതെ ഞാൻ മുന്നോട്ട് പോകത്തില്ല കേട്ടോ. സുഖമാണോ? ഞാനൊരു കാര്യം ചോട്ടെ, ഈ മുമ്പിലെ കസേരയൊക്കെ എന്തിനാ ഒളിച്ചിട്ടേക്കണേ? ആരെങ്കിലും വരുമോ? അല്ല, ആരെങ്കിലും വരുമോ? വരുങ്ങി വരുന്ന പറ. നിങ്ങളെവിടെ അല്ലല്ലോ ചോദിച്ചേ, നിങ്ങളോട് ചോദിച്ചോ. വരുമോ? വരുമോ? ഇല്ല. അപ്പം ആരെ വരണ്ടേ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളോടൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കാനാണ്. നിങ്ങൾ ആരെങ്കിലും പറയുമോ കർത്താവിൻ്റെ മുമ്പിൽ, കർത്താവേ, എൻ്റെ അയൽവക്കത്തെ കൊച്ചിൻ്റെ കല്യാണം നടന്നിട്ട് എൻ്റെ വീട്ടിലെ കൊച്ചിൻ്റെ കല്യാണം നടന്നാൽ മതി? പറയോ? കേട്ടില്ല? ഇല്ല. അനുഗ്രഹമൊക്കെ ആദ്യം വേണം. എന്നാൽ കർത്താവിൻ്റെ അടുത്ത് ആദ്യം പോയിരിക്കുമോ? ഇല്ല. ഏറ്റവും അവസാനം പോയിരിക്കുള്ളൂ അല്ലേ? നമ്മളെല്ലാവരും എങ്ങനെയാ? ഒരു കർത്താവിൻ്റെ അടുത്തുനിന്ന് ഇച്ചിരി അകലം പാലിച്ചിരിക്കുള്ളൂ. അടുത്തിരിക്കാൻ പറയണേ കേട്ടോ. നമ്മൾ ബൈബിളിൽ വിശുദ്ധ മർത്തയുടെയും മറിയത്തിൻ്റെയും ഏറ്റവും നല്ലൊരു ഉദാഹരണമുണ്ട്. മർത്തയും മറിയത്തിൻ്റെയും വീട്ടിലേക്ക് ആര് ചെന്നു? ഈശോ ചെന്നു. അവിടെ മർത്തയും മറിയയും ആരുടെ സഹോദരിയായിരുന്നു? ലാസറിൻ്റെ സഹോദരിമാരായിരുന്നു കേട്ടോ. ഇവിടെ വീട്ടിലേക്ക് കർത്താവില്ല. കർത്താവ് എന്നപ്പോൾ മറിയം എവിടെ ഇരുന്നേ? മറിയ എവിടെ ഇരുന്നേ? തേങ്ങ വിഴുങ്ങിയതുപോലെ ഇരിക്കാതെ ഉത്തരം പറ. മറിയ എവിടെ ഇരുന്നേ? കർത്താവിൻ്റെ അടുത്തിരുന്നേ കേട്ടോ. കർത്താവിൻ്റെ അടുത്തിരിക്കണം, എന്നാൽ അനുഗ്രഹം കിട്ടും. എല്ലാവരും പൊന്ത്. സ്റ്റാൻഡപ്പ് ഓൾ ഓഫ് യു. സ്റ്റാൻഡപ്പ്. മുമ്പിലെ കസേരയ്ക്ക് കാണാൻ പാടില്ല കേട്ടോ. ബാക്കി കയറിയിരിക്കും. കർത്താവിൻ്റെ അടുത്തിരുന്ന് പ്രാർത്ഥിക്കും. നിങ്ങളൊന്നും പേടിക്കണ്ട. ഞാൻ ചോദ്യം പോലും ചോദിക്കും, ഞാൻ പിന്നീന്ന് ചോദിക്കുള്ളൂ. മുമ്പിലിരിക്കണോട് ചോദിക്കണില്ല. ചിലരുണ്ട്, എന്നെ തലണ്ട മാവ, ഞാൻ നന്നാവില്ല കേട്ടോ. കയറിയിരിക്കേ. നിങ്ങൾ നല്ല മനുഷ്യരാണ് കേട്ടോ. പറഞ്ഞപ്പോൾ തന്നെ കയറിയിരുന്നു. കസേരകളുടെ ഇടയിൽ കാണാൻ പാടില്ല കേട്ടോ. അപ്പം ഞാൻ ഇറങ്ങി വന്നിട്ട് പിൻപിലുള്ളവരൊക്കെ മുൻപന്മാരും മുൻപിലുള്ളവരൊക്കെ പിൻപന്മാരും ആവും. സന്തോഷമായോ? എൻ്റെ പൊന്നടവേ, സന്തോഷമായോ? നിങ്ങൾ നല്ല മനുഷ്യരാണ്, അതുകൊണ്ടാണ് നിങ്ങൾ പെട്ടെന്ന് കേട്ടോ, അല്ലെങ്കിൽ കേൾക്കില്ലായിരുന്നു കേട്ടോ. ഞാൻ ഈ ഇടയ്ക്ക് ഹല്ലേലൂയൊക്കെ പറയിപ്പിക്കാറുണ്ട്. കുഴപ്പമുണ്ടോ? നിങ്ങൾ പറയോ എന്ന് ചോദിച്ചാൽ പറയണം. പറയും. എന്നാൽ വലുതായിരുന്നു ഉയർത്തിപ്പിടിച്ചേ. നിങ്ങൾ ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് മാത്രമായിട്ട് ഞാൻ ചെയ്യിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ചെയ്യിപ്പിക്കത്തില്ല. വലുതാറ് ഉയർത്തിപ്പിടിക്കും. എല്ലാത്തിൻ്റെയും കൈ എനിക്ക് കാണണം കേട്ടോ. ഒരെണ്ണത്തിൻ്റെ കൈ, ശോഷിച്ച കൈയൊന്നും ഇവിടെ ആർക്കെങ്കിലും കൈക്ക് കോച്ചുവാദമൊക്കെ ഉണ്ടോ? ശോഷുവാദം ഉണ്ടോ? കോച്ചുവാദം ഉണ്ടോ? ഇല്ല. എന്നാൽ പൊക്കി പിടിക്കും. ഒക്കെ പൊക്കി പിടിക്കും കേട്ടോ. ഒരു കാലലി പറഞ്ഞേ, ശബ്ദത്തിൽ പറഞ്ഞേ, ഇച്ചിരി ശബ്ദത്തിൽ പറഞ്ഞേ.
നിങ്ങൾ ഈ കൈ താത്ത ഞാൻ പറഞ്ഞിട്ടില്ല, പൊക്കി പിടിക്കും. നമ്മൾ ഈ പുറത്തിരിക്കുന്നതുകൊണ്ടൊരു കുഴപ്പമെന്നറിയോ, നമ്മൾ ഇച്ചിരി ശബ്ദത്തിൽ പറഞ്ഞാലേ എല്ലാം കേൾക്കുള്ളൂ. പള്ളിയുടെ ആകാമൊരു ഗുണം എന്നറിയോ, 4 ചുവരുകളുള്ളതുകൊണ്ട് ശബ്ദം അതിൻ്റെ അകത്ത് നിൽക്കും. ഇതങ്ങനെയല്ല, ഇത് എല്ലായിടത്തേക്കും പോകും. അപ്പോൾ നിങ്ങൾ നല്ല ശബ്ദം ഉപയോഗിക്കണം കേട്ടോ. പുറമേ നടത്തുമ്പോൾ നല്ല ശബ്ദം. ഞാൻ ഈ കാട്ടാക്കടയിൽ അവിടെ കൺവെൻഷൻ ഉണ്ടായിരുന്നു, അവിടെ പ്രസംഗിക്കാൻ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു ശബ്ദത്തിൽ പറയണം എന്നാലേ കാര്യമുള്ളൂ കേട്ടോ. 2 കര ഉയർത്തി പിടിക്കും. ഇനി 2 കര ഉയർത്തി പിടിക്കും. ഒരു 2 കര ഉയർത്താൻ പറഞ്ഞാൽ 2 കര ഒന്നും വലതും ഇടത്തും ഈ വില്ലമിച്ച് ഉയർത്തോ. പൊക്കി പിടിക്കും. ഓക്കെ, ഇനി ഒരു കാലല്ലേ പറഞ്ഞേ, ശബ്ദത്തിൽ പറഞ്ഞേ, യേശുവേ എന്ന് വിളിച്ചേ, ഒന്നുകൂടി വിളിച്ചേ, ഒന്നുകൂടി വിളിച്ചേ. കൈതാത്ത്. ഞാൻ ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് ഞാനിവിടെ ആയിരിക്കുക. വേദിയിലായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ ഒത്തിരി സ്നേഹത്തോടു കൂടി ഓർക്കുന്നു. ഉദ്ഘാടന പ്രസംഗത്തിൻ്റെ സമയത്താണ് ഞാൻ കടന്നു വന്നത് കേട്ടോ. നല്ലൊരു പ്രസംഗമായിരുന്നു. നമ്മുടെ ജീവിതത്തെ പരിശോധിക്കാൻ വേണ്ടി അച്ഛൻ പറഞ്ഞ പ്രസംഗം നല്ലൊരു പ്രസംഗമായിട്ട് എനിക്ക് തോന്നി. നിങ്ങളത് ശ്രദ്ധിക്കുക. ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ടതാണെങ്കിൽ മാറ്റം വരുത്തുക. ഉദ്ഘാടകനെ ഒത്തിരി സ്നേഹത്തോടു കൂടി ഓർക്കുന്നു. അതുപോലെ അധ്യക്ഷപദമോ അലങ്കരിക്കുന്ന അച്ഛന്മാരുടെ ഞാൻ പേരുകളൊന്നും പഠിച്ചിട്ടില്ല കേട്ടോ. എനിക്ക് പേര് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ ഉദ്ഘാടകൻ, അധ്യക്ഷൻ, പിന്നെ കൂടെ ഇരിക്കുന്ന അച്ഛൻ എന്നൊക്കെ പറഞ്ഞു പോകണം കേട്ടോ. പേര് പഠിക്കാൻ തുടങ്ങിയാൽ ഞാൻ ആ പേപ്പറും വെച്ച് കുറേ നേരം ഇരിക്കണം. അതുകൊണ്ടാണ് കേട്ടോ, അത്ര ബുദ്ധി എനിക്കില്ല. അതുകൊണ്ടാണ് കൂടി ഓർക്കുന്നു. ദൈവം നമുക്കൊരു 3 ദിവസം തന്നിരിക്കുക കേട്ടോ. നന്നായിട്ട് പ്രാർത്ഥിക്കാൻ, ദൈവത്തിൻ്റെ അടുത്തിരിക്കാൻ സാധിക്കുന്നവരൊക്കെ നന്നായിട്ട് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുക. ഒത്തിരി ദൈവാനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാകും കേട്ടോ. വലുതരം ഉയർത്തിയൊരു ഹല്ലേലൂയ. ഒന്നും കൂടി ഞാനൊരു കാര്യം ആദ്യമേ പറഞ്ഞേക്കാം. ഞാൻ അങ്കമാലിക്കാരനാണ് കേട്ടോ. അങ്കമാലിക്കാരനാണ് എന്ന് വെച്ചാൽ എറണാകുളമാണ് എൻ്റെ സ്ഥലം. എറണാകുളത്ത് നെടുമ്പാശ്ശേരിക്ക് അടുത്താണ് എൻ്റെ വീട്. അപ്പം എൻ്റെ ഭാഷയ്ക്ക് ഭയങ്കര വ്യത്യാസമുണ്ട്. ഉള്ള കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞേക്കാം. എൻ്റെ ഭാഷയ്ക്ക് ഭയങ്കര വ്യത്യാസമുണ്ട്. എൻ്റെ നീട്ടലും കുറുക്കലുകളൊക്കെ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കണമെന്നില്ല കേട്ടോ. ഞാൻ ചിലപ്പോൾ നീട്ടി പറയും, ചിലപ്പോൾ കുറുക്കി പറയും. ഒരു തൃശ്ശൂർ സ്ലാങ് കയറി വരും എപ്പോഴും. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചോളണം, അച്ഛൻ്റെ ഭാഷയുടെ പ്രത്യേകതയാണത് കേട്ടോ. ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ ഉപയോഗിക്കുന്ന ചില വാക്കുകൾക്ക് ചിലപ്പോൾ ഇവിടെ വേറെ മീനിങ് ആയിരിക്കും. ഞാൻ അങ്ങനെയായിട്ട് പറയുന്നതാണോ? അങ്ങനെ പറയുന്നതാണോ? അല്ല. സന്തോഷമായി കേട്ടോ. എനിക്ക് പറയാനുള്ളത്, ഞാൻ ഉപയോഗിക്കുന്ന ചില വാക്കുകൾക്ക് ചിലപ്പോൾ ഇവിടെ വേറെ മീനിങ് ആയിരിക്കും. സിമ്പിൾ ഉദാഹരണം പറയാം. ഞങ്ങളുടെ നാട്ടിൽ ആരും ഓ പറയാറില്ല. ഓ ഞാൻ ഏറ്റവും കൂടുതൽ ഓ കേട്ടിട്ടുള്ളത് തിരുവനന്തപുരത്താണ്. എന്ത് ചോദിച്ചാലും ഓ ഓ ഓ. ഞാൻ ആദ്യമായിട്ട് നമ്മുടെ മുക്കോല ഡിസ്ട്രിക്ട് പള്ളിയിലാണ് ധ്യാനിപ്പിക്കാൻ വരുന്നത് കേട്ടോ. മുക്കോല ഡിസ്ട്രിക്ട് പള്ളിയിലാണ് ധ്യാനിപ്പിക്കാൻ വരുന്നത്. അപ്പോൾ ധ്യാനിപ്പിക്കാൻ വന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളെല്ലാവരും കരങ്ങളുയർത്തി സ്തുതിക്കില്ലേ ഇതുപോലെ തന്നെ? അപ്പോൾ അവർ പറഞ്ഞു ഓ. അപ്പം ഞങ്ങളുടെ നാട്ടിൽ ഓ എന്ന് പറഞ്ഞാൽ വേറെ മീനിങ്ങാ. ഞങ്ങൾ അങ്കമാലിക്കാർ ഓ എന്ന് പറയുന്നത് വേറെ മീനിങ്ങിലാ. ഓ ഞങ്ങളുടെ ഓ അങ്ങനെയാ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ കളിയാക്കണേന് തുല്യമാണ് ഞങ്ങൾക്ക് ഓ. നിങ്ങളുടെ നാട്ടിൽ ഓ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാലോ. ഞാൻ ഈ മുക്കോലപ്പള്ളിയിൽ ധ്യാനിപ്പിക്കാൻ നേരത്ത് പറഞ്ഞു, നിങ്ങളെല്ലാവരും കരങ്ങൾ ഉയർത്തില്ലേ? അപ്പോൾ ഇവരെല്ലാവരും എന്നെ നോക്കിയിട്ട് പറഞ്ഞു ഓ. പക്ഷെ കരങ്ങൾ ഉയർത്തണില്ല, ഓ എന്ന് മാത്രം കേൾക്കണുള്ളൂ. അത് അടുത്ത് ഞാൻ ചോദിച്ചു, നിങ്ങളെല്ലാവരും സ്തുതിക്കില്ലേ? അപ്പോഴും പറഞ്ഞു ഓ. ഞാൻ ആദ്യമായിട്ട് ധ്യാനിപ്പിക്കാൻ പോയിക്കാ, എനിക്ക് അവിടുത്തെ ഭാഷ അറിയാൻ പാടില്ല, തിരുവനന്തപുരത്തെ ഭാഷ അറിയാൻ പാടില്ല. മൂന്നാമതേടെ ഞാൻ പറഞ്ഞു, നിങ്ങളെല്ലാവരും എഴുന്നേക്കില്ലേ? അപ്പോഴും പറഞ്ഞു ഓ. ഞാൻ ഈ കേട്ടിട്ട് എനിക്ക് അത്യാവശ്യം നാണം മാനില്ലാത്തതുകൊണ്ട് ഞാൻ നിന്ന് പുഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടുത്തെ കൊച്ചച്ഛൻ വന്നിട്ട് എന്നോട് ചോദിച്ചു, ജിനുവച്ച എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ പറഞ്ഞു പ്രശ്നമൊന്നുമില്ല അച്ഛാ, ഈ സാധനങ്ങൾ എന്ത് എല്ലാത്തിനും ഓന്ന് പറയണേ. അപ്പോൾ അവിടുത്തെ അച്ഛൻ പറഞ്ഞു, എൻ്റെ പൊന്നച്ഛാ, ഇവിടെ എല്ലാവരും എസ് എന്ന് പറയുന്നതിന് തുല്യമാണ് ഓ. അപ്പോൾ ഭാഷയ്ക്ക് ഭയങ്കര വ്യത്യാസമാണ്. ഈ പാലക്കാട്, കണ്ണൂർ ഭാഗത്തൊക്കെ ഓ പറയും കേട്ടോ മനുഷ്യന്മാർ. ഈ അങ്കമാലി സൈഡിലൊന്നും അങ്ങനെ ഓ പറയില്ല. ഞാൻ ഉപയോഗിക്കുന്ന ചില വാക്കുകൾക്ക് ഇപ്പോൾ സിമ്പിൾ ഉദാഹരണം പറയാം. ഈ കൊല്ലത്ത് കൈകെട്ടി ഈശോയുടെ ഒരു പള്ളിയുണ്ട്, ഒരു തീർത്ഥാടന പള്ളിയാണ്. ഞാനിവിടെ കഴിഞ്ഞ വർഷം കൺവെൻഷനെ പ്രസംഗിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ പ്രസംഗം കേട്ടിട്ട് മുമ്പിലിരിക്കുന്ന ഒരു ചേച്ചി ചങ്കത്തിട്ടിടിക്കുക, ഇങ്ങനെ ഇട്ടിടിക്കുക. അപ്പം ഞാൻ വിചാരിച്ചു, ദൈവമേ എന്തോ അത്ഭുതം ഇപ്പം നടക്കും. ചേച്ചിയുടെ ഇടി കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നണം, എന്തോ അത്ഭുതം ഇപ്പോൾ വന്നിട്ടുണ്ട്. ഞാനാണെങ്കിൽ ഗംഭീര പ്രസംഗം, ചേച്ചിയാണെങ്കിൽ ഒടുക്കത്തിടി. ഈ മഴയും ഇടിവെട്ടും ഒന്നിച്ചു വന്ന പോലെയാണ്. ഞാനാണെങ്കിൽ പ്രസംഗം, ചേച്ചിയാണെങ്കിൽ ഇടി. എൻ്റെ പ്രസംഗം കേട്ടിട്ട് ചേച്ചി ഒടുക്കത്തിടി. എൻ്റെ പ്രസംഗം മുറുകും തോറും ചേച്ചിയുടെ ഇടി കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എനിക്കാണെങ്കിൽ ആവേശം, പ്രസംഗിക്കാൻ ആവേശം. കാരണം ഇടിക്കൊരു കുറവില്ല. കാരണം എൻ്റെ പ്രസംഗം ചേച്ചിയുടെ ഇടി, എൻ്റെ പ്രസംഗം ചേച്ചിയുടെ ഇടി. 9:30 മണിയായിട്ടും എൻ്റെ പ്രസംഗം തീർന്നു, ചേച്ചിയുടെ ഇടി തീർന്നിട്ടില്ല. അപ്പോൾ എനിക്ക് സംശയമായി, ദൈവമേ അത്ഭുതമൊന്നും നടന്നില്ലല്ലോ, എന്തോ സംഭവിച്ചു?
ഞാനിതൊക്കെ കഴിഞ്ഞു. എനിക്ക് അങ്ങനെ പേഴ്സണലായിട്ട് ചോദിക്കാൻ പറ്റില്ല, ചേച്ചി ഇതിനെ ഇടിച്ചുകൊണ്ടിരിക്കണേന്ന്. ചേച്ചി ഇങ്ങനെ ഇട്ടിരിക്കുക. അവസാനം ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയ നേരത്ത് എൻ്റെ മുന്നിക്കോടെ ഈ സാധനം പോവാ. ഞാൻ വിളിച്ചു, വന്നു. അന്നപ്പോൾ ഞാൻ ചോദിച്ചു, എൻ്റെ ചേച്ചിയെ ഇതിനെ മാത്രം ഇടിച്ചു പൊട്ടിക്കാൻ ഇതിൻ്റെ അകത്തു നിന്നിട്ടുള്ള. അപ്പോൾ ഈ പുള്ളിക്കാരത്തി എന്നെ നോക്കിയിട്ട് പറയാ, എൻ്റെ പൊന്നച്ച ആ അഴുത്താരെ നിന്നിട്ട് എന്നാ തെറിയ ഈ പറഞ്ഞുകൊണ്ടിരിക്കണേന്ന്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ ഉപയോഗിക്കുന്ന ചില വാക്കുകൾക്ക് ചിലപ്പോൾ ഇവിടെ തെറിയായിരിക്കും. ഞാൻ തെറിയായിട്ട് പറയുന്നതാണോ? ആണോ? മരയ്ക്ക് പറ, ആണോ? എനിക്ക് എന്തും പറയാല്ല. ഓ കർത്താവ് കാത്തു കേട്ടോ. അപ്പം നിങ്ങൾ സൂക്ഷിച്ചും വീക്ഷിച്ചും ഇരുന്നോ. ഞാൻ എന്താ പറയുക, ഞാൻ എൻ്റെ ഭാഷയിൽ സംസാരിക്കുള്ളൂ കേട്ടോ. എൻ്റെ ഭാഷയിൽ സംസാരിക്കുള്ളൂ. ഞാൻ എൻ്റെ ഭാഷയിൽ സംസാരിക്കാനാണ് കുറച്ചുകൂടി എനിക്ക് എളുപ്പം. അപ്പം ഞാൻ ചില ശൈലിയിൽ പ്രസംഗിക്കും. അത് നിങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാക്കണം, അച്ഛൻ്റെ ശൈലിയാണ്, അച്ഛൻ്റെ വാക്കുകളാണ് അതൊക്കെ. അപ്പം അതുകൊണ്ട് നല്ല അർത്ഥമല്ലെങ്കിലും നല്ല മനസ്സോടെ സ്വീകരിച്ചാൽ മതി. വലുതാകും ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കേട്ടോ, എൻ്റെ വീട് അങ്കമാലിയിലാണെങ്കിലും ഞാൻ ഏറ്റവും കൂടുതൽ ധ്യാനിപ്പിച്ചിട്ടുള്ള സ്ഥലം എവിടെയാണെന്നറിയോ? തിരുവനന്തപുരമാണ് കേട്ടോ. തിരുവനന്തപുരത്താണ് ഞാൻ ഏറ്റവും കൂടുതൽ ധ്യാനം നടത്തിയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ എല്ലാ ആഴ്ചയിലും. ഇപ്പം ഈ ജനുവരി മാസം എടുത്തോ നിങ്ങൾ, ഈ ജനുവരി മാസത്തിലെ എല്ലാ ആഴ്ചയിലും ഞാൻ വന്നുപോയി. എല്ലാ ആഴ്ചയിലും വെച്ചാൽ കഴിഞ്ഞ ആഴ്ച ഞാൻ ഇവിടെ അമ്പൂരി, കഴിഞ്ഞ ആഴ്ച അമ്പൂരിയിലായിരുന്നു. അതിന് മുന്നത്തെ ആഴ്ച കല്ലാമത്തായിരുന്നു. അതിന് മുന്നത്തെ ആഴ്ച ചാങ്ങിയായിരുന്നു. ഇതൊക്കെ കേട്ടോണ്ടോ? തേങ്ങപ്പൊഴുക്ക് പോലെ ഇരിക്കാതെ തലെങ്കിലാട്ട്. അപ്പോഴെങ്കിൽ മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക് ഈ സ്ഥലമൊക്കെ അറിയാമെന്ന് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വന്ന് പോയതാണ് ഞാൻ. ഒത്തിരി സ്ഥലങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. ഈ ഭാഗത്ത് ഇപ്പോൾ കുറച്ചൊക്കെ ഏരിയ വന്നു തുടങ്ങി. നെയ്യാറ്റിങ്കര ഭാഗത്തൊക്കെ വന്നു തുടങ്ങി. സത്യം പറഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ ധ്യാനം നടത്തിയിട്ടുള്ളത് ആരുടെ ഇടയിലാണെന്നറിയോ? CSAക്കാരുടെ ഇടയിലാണ് കേട്ടോ. CSAക്കാരുടെ ഇടയിൽ എനിക്ക് തോന്നുന്നു CSAക്കാരൊക്കെ വിശുദ്ധന്മാരാണ്. ആണോ? തേങ്ങയാണ്. നിങ്ങളോട് ആരാ പറഞ്ഞത് നിങ്ങളൊക്കെ വിശുദ്ധന്മാരാണ് കേട്ടോ? ഞാൻ ഏറ്റവും കൂടുതൽ ധ്യാനിപ്പിച്ചിട്ടുള്ളത് ഞാൻ പറയാമല്ലോ, ഞാൻ RC അച്ഛനാ, എന്ന് വെച്ചാൽ ഞാൻ സീറോ മലബാർ അച്ഛനാ. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ ലാറ്റിൻസിനെ ഉണ്ട് കേട്ടോ, ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. ഇപ്പോൾ കല്ലാമം പള്ളിയൊക്കെ ലാറ്റിൻസിന് പള്ളിയാണ്. അപ്പോൾ അവിടെയൊക്കെ വന്ന് ധ്യാനിപ്പിച്ചിട്ടുണ്ട് ഞാൻ. ഒത്തിരി ലാറ്റിൻ പള്ളികളും, മരിയാപുരം, എന്നിട്ട് കമുകിൻകോട്, അങ്ങനെ വലിയ പള്ളികൾ, അത്യാവശ്യം നെയ്യാറ്റിങ്കര കത്തീഡ്രൽ, അങ്ങനെ വലിയ പള്ളികളിലൊക്കെ. ഇപ്പോൾ അടുത്ത ആഴ്ച എനിക്ക് ലാറ്റിൻ പള്ളിയാണ്. ലാറ്റിൻ പള്ളികൾ ഒത്തിരി വന്നിട്ടുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ധ്യാനിപ്പിച്ചിട്ടുള്ളത് ഞാൻ CSAക്കാരിയാണ് കേട്ടോ. എനിക്കതിൽ സന്തോഷമുണ്ട്, ഭയങ്കര സന്തോഷമുണ്ട്. അതുകൊണ്ട് പറയണം. അപ്പോൾ എനിക്ക് നിങ്ങളെക്കുറിച്ച് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും അറിയാം കേട്ടോ. നിങ്ങളുടെ സഭയിനെക്കുറിച്ചും നിങ്ങളുടെ ഇടയിലെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് സന്തോഷമുള്ളൂ CSAക്കാരുടെ ഇടയിൽ വന്ന് ഇങ്ങനെ പ്രസംഗിക്കുന്നതിൽ ഒത്തിരി സന്തോഷമുള്ളൂ. നിങ്ങളെന്നെ വളരെയധികം ബഹുമാനിക്കുന്നു, അതുപോലെ തന്നെ ഞാനും ബഹുമാനിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പിന്നെയും വരിക. നിങ്ങൾ നല്ല മനുഷ്യരാണ് കേട്ടോ. സത്യത്തിൽ നല്ല മനുഷ്യരാ അല്ലേ? ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഉത്തരം ഇപ്പം കിട്ടും കേട്ടോ. ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. വൃത്തികെട്ട ക്വസ്റ്റ്യനാ, എനിക്കറിയാം. ചോദിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സ്വർഗത്തിൽ പോകുമെന്ന് ഉറപ്പുള്ളവർ ഒന്ന് കൈവോക്കി. നോട്ട് അണ്ടർസ്റ്റാൻഡ്? മനസ്സിലായില്ല? നീ പോവോ? വലുതാവട്ടെ, ഞാൻ പറയാം കേട്ടോ. ഒന്നും കൂടി ചോദിച്ചു നോക്കാം. സ്വർഗത്തിൽ പോകുമെന്ന് ഉറപ്പുള്ളവരെന്ന് കൈവക്കാൻ. പൊന്നടവ ഒന്നും പോണില്ലേ? പുരുഷന്മാരൊന്നും പോണില്ലേ? നിങ്ങൾ അച്ഛന്മാരെ നോക്കണ്ട. ഒരു ചേട്ടൻ, അവരുടെ കാര്യം അവർ നോക്കിക്കോളും കേട്ടോ. നിങ്ങളുടെ കാര്യം നിങ്ങൾ നോക്കിയാൽ മതി. അവരുടെ കാര്യം അവർ നോക്കണം. അവർ കൂടുതൽ കൊടുത്തവരാ കൂടുതൽ തപ്പനാൻ ചോദിക്കും കേട്ടോ. ഓക്കെ, നിങ്ങൾ പുരുഷന്മാരെ ഒറ്റണം പോണില്ല. ഈ ആനക്കോടിൽ നിന്ന് ഒരു പുരുഷനും ഉണ്ടാവില്ല ഇവിടെ. ആനക്കോടല്ലേ? എന്തെങ്കിലും കേട്ടോ. സ്ത്രീകള് ഒരു ചേച്ചി പൊക്കിക്കൊണ്ടിരുന്ന ആ ചേച്ചി കൈതാത്തിയോ? ഇപ്പോൾ കൂട്ടുകാരുണ്ടെങ്കിലേ പോകണുള്ളൂ. നിങ്ങളൊന്നും പോകണ്ടേ? പാട്ട് മാത്രമേ ഉള്ളൂ അല്ലേ? എന്തെങ്കിലും ആവട്ടെ. ഇപ്പോൾ ഒറ്റ കാണാൻ പോകണില്ല കേട്ടോ. ഒറ്റ കാണാൻ പോകണില്ല. ഞാനൊരു സത്യം നിങ്ങളോട് പറയട്ടെ. ഈ കത്തോലിക്ക സഭയിൽ എന്നുവെച്ചാൽ ക്രിസ്ത്യാനികൾക്കിടയിൽ ഏറ്റവും കൂടുതൽ കൺവെൻഷൻ ഉള്ളത് ആർക്കാണെന്നറിയോ? ഏറ്റവും കൂടുതൽ കൺവെൻഷൻ, ഒരു വർഷത്തിൽ ഏറ്റവും കൂടുതൽ കൺവെൻഷൻ കൂടുന്ന ആരെന്നറിയോ? CSAക്കാരാ കേട്ടോ. ഞാൻ അത്യാവശ്യം എല്ലാ സഭയിലും പോയിട്ടുള്ള മനുഷ്യനാണ്. എല്ലാ സഭയിലും. എന്നിട്ട് ഞങ്ങളുടെ സീറോ മലബാർ, ലാറ്റിൻസ്, മലങ്കര, ഓർത്തഡോക്സ്, യാക്കോബേറ്റ്സ്, കൽദായക്കാർ, ലൂതറൻസ്, CSI, ഇതിൽ തന്നെ വേറെ വിഭാഗങ്ങളുണ്ട്. ഇഷ്ടം പോലെ വിഭാഗങ്ങളുണ്ട്.
ഇതിലൊക്കെ പോയി പ്രസംഗിച്ചിട്ടുള്ള മനുഷ്യനാ, ധ്യാനിപ്പിച്ചിട്ടുള്ള മനുഷ്യനാ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഏറ്റവും കൂടുതൽ കൺവെൻഷൻ കൂടുന്ന ആരാന്നറിയോ? ആരാ? സീസക്കാരാ. നിങ്ങൾക്ക് ഒരു വർഷത്തിൽ എത്ര കൺവെൻഷൻ ഉണ്ട്? നിങ്ങൾ എണ്ണീട്ടുണ്ടോ? ഞാൻ എണ്ണിത്തരാം കേട്ടോ. നിങ്ങൾ ഇപ്പൊ സഭാദിന കൺവെൻഷൻ, ഇത് സഭാദിന കൺവെൻഷൻ അല്ലേ? അത് ഒന്നാമത്തെ കൺവെൻഷൻ. പിന്നെ കുടുംബവാര കൺവെൻഷൻ, യുവജനവാര കൺവെൻഷൻ, പിന്നെ കാറ്റഗിസം കുട്ടികളുടെ ഒരു കൺവെൻഷൻ ഇല്ലേ, ബാലജന, അങ്ങനെ എന്തോട്ടടി, ബാലജന അവിടെ ഇവിടെ ഉണ്ടോ കൺവെൻഷൻ? ഉണ്ടോ? അതുണ്ട്. ഇനി എന്തില്ലാത്ത അതാ കൺവെൻഷൻ. പിന്നെ എന്നിട്ടുള്ള പിന്നെ വാർഡ് കൺവെൻഷൻ 5, LMS കൺവെൻഷൻ 6, ഐക്യ കൺവെൻഷൻ 7, പിന്നേതാ സ്വമേധയോ, ഒരു മേധയില്ലാണ്ടിരിക്കുന്ന കൺവെൻഷൻ കേട്ടോ. 8 സ്വമേധയ കൺവെൻഷൻ. പിന്നെ 8 ഇനിയുണ്ട് ഇഷ്ടം പോലെ കേട്ടോ. നേർച്ച കൺവെൻഷൻസ് നടത്തുന്നവരുണ്ട് ഇല്ലേ? ഉണ്ട്. 9 ഡിസ്ട്രിക്റ്റോ? ഐക്യവും ഡിസ്ട്രിക്റ്റും തമ്മിൽ വ്യത്യാസമുണ്ടോ? കാണുമെന്നോ എന്നോട് ചോദിക്കണേ? ഐക്യവും ഡിസ്ട്രിക്റ്റും തമ്മിൽ വ്യത്യാസമുണ്ടോ? നിങ്ങൾ പറ. ഒന്ന് തന്നെയാണത്? അതൊന്നു തന്നെയാണോ? രണ്ടാന്നാ? നിങ്ങളുടെ ഇടയിൽ ഒരു തീരുമാനം എത്തിക്കും കേട്ടോ. എന്തെങ്കിലും ആവട്ടെ. ഇപ്പൊ 9 കൺവെൻഷൻ വേണ്ട, 10 കൺവെൻഷൻ പിടിച്ചോ. 3 ദിവസം വെച്ച് നിങ്ങൾ കൂട്ട്. ഒരു വർഷത്തിൽ 30 ദിവസം കൺവെൻഷൻ കൂടുന്നവരാ ആര്? സീസക്കാര്. എങ്ങനെ പോയാലും എൻ്റെ ഒക്കെ പള്ളിയിൽ ഒരു വർഷത്തിൽ ഒരു കൺവെൻഷനുള്ളൂ, 3 ദിവസം തീർന്നു പരിപാടി. 365 ദിവസം ഉണ്ടെങ്കിൽ 3 ദിവസത്തെ കൺവെൻഷൻ കേട്ടോ. സീസക്കാര് അങ്ങനെയില്ല, കുറച്ചും കൂടി ദൈവത്തിന് അടുത്തിരിക്കുന്നവരാ. 30 ദിവസം കൺവെൻഷൻ കൂടുന്നവരാ. എന്നിട്ട് എവിടെ പോവില്ല? പച്ച മലയാളത്തിൽ ചോദിച്ചോട്ടെ, പച്ച മലയാളത്തിൽ ഞങ്ങളുടെ നാട്ടിൽ ചോദിക്കണതാ. നാണമുണ്ടോ? ഒരു ചേട്ടൻ കൈയൊക്കെ നീട്ടിയിട്ട് ഇല്ലെന്ന്. ചേട്ടൻ നാണമുണ്ടോ? കുറച്ചും കൂടി താഴ്ന്ന ലെവലിൽ ചോദിച്ചാൽ ലേശം ഉളുപ്പ് ഒരു ചേട്ടൻ കാണിക്കുന്നുണ്ട്. ഒന്നുമില്ല കേട്ടോ. ഇടവേ നമുക്ക് കൺവെൻഷന് കുഴപ്പമൊന്നുമല്ല, ഇഷ്ടം പോലെ കൺവെൻഷൻ കൂടുന്നുണ്ട് നമ്മൾ കേട്ടോ. ഒരു വർഷത്തില് ഞാൻ നോക്കിയിട്ട് CSAക്കാരെ പോലെ ഇതുപോലെ ദൈവത്തിൻ്റെ അടുത്തിരിക്കുന്ന ഒരു ജനത വേറെയില്ല. ഇത്രയും കൺവെൻഷൻ കൂടുന്നവർ വേറെയില്ല. പക്ഷേ ഒറ്റണ് എവിടെ പോവില്ല. നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ല് പറയും, എന്നെ തല്ലണ്ട അമ്മാവ. പഴഞ്ചൊല്ല് കറക്റ്റാ. പക്ഷെ കർത്താവ് പറയാൻ ഒന്നാവാനാ കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഈ കൺവെൻഷൻ വെച്ചേക്കണേ. നിങ്ങൾ ഓർക്കണ കാര്യം എന്നറിയോ? ഞാൻ എൻ്റെ സഭയിലൊക്കെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഈ CSAക്കാരൊക്കെ കണ്ടുപിടിക്കണമെന്ന്. എന്ത് കാര്യത്തിലെന്നറിയോ? ഈ സത്യവേദ പുസ്തകമൊക്കെ പിടിച്ച് പള്ളിയിൽ സഭയിൽ പ്രാർത്ഥിക്കാനൊക്കെ പോകുന്ന നിങ്ങളെ കാണാൻ തന്നെ ഒരു അഴകാ കേട്ടോ. സത്യം വരണേ. നിങ്ങൾ ആ സത്യവേദ പുസ്തകമൊക്കെ കൈ പിടിച്ച്, അച്ഛൻ്റെ സത്യവേദ പുസ്തകം ഇതൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് പള്ളിയിൽ പ്രാർത്ഥിക്കാൻ പോകണം നിങ്ങളെ കാണുമ്പോൾ ഭയങ്കര ഭംഗിയാണ്. ഇത് പിടിക്കൽ മാത്രമേ ഉള്ളൂ കേട്ടോ. എനിക്ക് നിങ്ങളോട് പറയാനുള്ള അറിയോ, ഇത് പിടിക്കാനുള്ള പുസ്തകമല്ല. ഞാൻ ഈ കാട്ടാക്കട പള്ളിയിൽ അവിടെ സിംഗിളേച്ചും പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാനവിടെ കൺവെൻഷൻ നടത്തിയപ്പോൾ സിംഗിളേച്ചും പറഞ്ഞൊരു സുന്ദരമായൊരു കാര്യമുണ്ട്. ഇത് പിടിക്കാനുള്ള പുസ്തകമല്ല. എന്തിനുള്ള പുസ്തകമാണ്? ജീവിക്കാനുള്ള പുസ്തകമാണ് കേട്ടോ. ഇത് പിടിക്കാനുള്ളതല്ലെന്ന്. പക്ഷെ CSAക്കാരൊക്കെ പിടിച്ചോണ്ടിരിക്കുക ആണോ? ഞാൻ പറയില്ല, നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇത് പിടിക്കാനുള്ള പുസ്തകമല്ല, ജീവിക്കാനുള്ള പുസ്തകമാണ്. നിങ്ങളുടെ ഇടയിൽ ഇത് ജീവിക്കപ്പെടുമ്പോഴാണ് ഈ കൺവെൻഷന് കൊണ്ട് അർത്ഥം ഉണ്ടാവുക. വലതരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. കോച്ചുവാദം പിടിച്ച് ഒറ്റണം പറഞ്ഞു, പൊക്കി പിടിക്കോക്കാൻ കൈ താത്താൻ പറഞ്ഞോ, പൊക്കി പിടിക്കോക്കാൻ. ഹല്ലേലൂയ. മതി താത്തിക്കോ. ഞാൻ പറയണ പോലെ 3 ദിവസം നോളാം കേട്ടോ. ഉള്ള കാര്യം പറഞ്ഞു. എനിക്ക് മുകളിലെ കർത്താവും താഴെ ഭൂമിയെന്ന് പറഞ്ഞിട്ട് നിൽക്കണ ടീമാണ്. വേറെ ഒന്നും നോക്കാനില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ പറയണ പോലെ നിന്നോണം, അല്ലെങ്കിൽ ഞാൻ താഴേക്ക് വരും. പറഞ്ഞത് കേട്ടില്ലേ, ഞാൻ താഴെ വന്ന് പ്രസംഗിക്കാൻ അങ്ങനെ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ഈ LMS യൂത്തിൻ്റെ കൺവെൻഷന് കഴിഞ്ഞ 2 വർഷവും ഞാൻ വന്നതാണ്. കഴിഞ്ഞ 2 വർഷം യൂത്തിനോട് ചോദിച്ചു, 2000-3000 യൂത്ത് ഇരിക്കുന്നതിൻ്റെ ഇടയിൽ മുമ്പിൽ തൊട്ട് അവസാനം വരെ ഞാൻ നടക്കും. എനിക്കതിനോട് പേടിയൊന്നുമില്ല കേട്ടോ, അങ്ങനെ പേടിയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ എനിക്ക് ബുദ്ധിമുട്ടില്ല. അപ്പം എന്നെ താഴേക്ക് ഇറക്കിയ എല്ലാത്തിൻ്റെ അടുത്ത് വരും. താഴേക്ക് ഇറക്കാതെ ആര് നോക്കണം? നിങ്ങൾ നോക്കാം കേട്ടോ. എന്തെങ്കിലും ആവട്ടെ, ഇച്ചിരി സന്തോഷമൊക്കെ എല്ലാത്തിൻ്റെ മുഖത്ത് കേട്ടോ. ഞാൻ വന്നപ്പോൾ തൊട്ട് ശ്രദ്ധിക്കാൻ നിങ്ങളുടെ മുഖം
എന്തൊരു സങ്കടമേ. ഞാൻ ഈ സ്റ്റേജിൽ നിന്നിട്ട് എല്ലാത്തിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നേ. എല്ലാം സങ്കടപ്പെട്ടിരിക്കുക. എന്തൊട്ട് ഇതിന് മാത്രം പ്രശ്നം? എന്തൊട്ടാണ് ഇതിന് മാത്രം പ്രശ്നം? എന്തിനെത്ര സങ്കടപ്പെടണേ? ജീവിതത്തിലുണ്ടല്ലോ ഇടവേ, എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം അറിയോ? നമുക്കൊക്കെ സങ്കടമുണ്ട്. സങ്കടപ്പെടാൻ തുടങ്ങി അതിന് മാത്രമേ നേരമുള്ളൂ. സങ്കടപ്പെടണമെന്ന് ചിരിച്ചങ്ങോട്ട് ജീവിക്ക്. ജീവിതത്തിൽ എത്ര വലിയ പ്രശ്നം ഉണ്ടെങ്കിലും ചിരിച്ചങ്ങോട്ട് മുന്നോട്ട് പോകും. ഇടവേ പ്രശ്നങ്ങൾ ഉണ്ടാകും. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ പ്രശ്നങ്ങളില്ലാത്തൊരു ലൈഫ് നിങ്ങൾക്ക് ഉണ്ടാവും? നിങ്ങൾ പ്രതീക്ഷയുണ്ടോ? ഉണ്ടോ? ഇല്ല. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. നമ്മുടെ ജീവിതം അങ്ങനെയല്ലേ? ചിലപ്പോൾ എൻ്റെ കുടുംബത്തിൻ്റെ കടബാധ്യത തീർന്നു വരുമ്പോഴേക്കും ദൈവം എന്നെ കൊച്ചിൻ്റെ ഒരു പ്രശ്നം, കൊച്ചിൻ്റെ പ്രശ്നം തീരുമ്പോഴേക്കും ദൈവം എന്നോ എൻ്റെ ജീവിത പങ്കാളിയുടെ ഒരു പ്രശ്നം, ജീവിത പങ്കാളിയുടെ പ്രശ്നം തീരുമ്പോഴേക്കും ദൈവം എന്നോ അടുത്തൊരു അസുഖം, ആ അസുഖം തീർന്നു വരയ്ക്കുമ്പോൾ ദൈവം എന്നോ അടുത്തൊരു വഴക്ക്, ആ വഴക്ക് തീർന്നുമ്പോഴേക്കും ദൈവം എന്നോ അടുത്തൊരു തടസ്സം. ഇതന്നെയല്ലേ ജീവിതം? ആണല്ലയോ? അതെ. ഇത് മാറ്റം ഉണ്ടാവോ? ഇല്ല. നിങ്ങൾ ജീവിതത്തിൽ ചിന്തിക്കണറിയോ? എല്ലാം സുഗമമായി, എല്ലാം സ്വസ്ഥതയോടുകൂടെ, എന്നും സന്തോഷത്തോടെ കൂടെ ഇരിക്കാൻ ഒരു ക്രിസ്ത്യാനിക്കും പറ്റില്ല, ഒരു മനുഷ്യനും പറ്റില്ല. ഞാൻ ആദ്യമേ തന്നെ അത് പറഞ്ഞേക്കാം. നിങ്ങൾ ജീവിതത്തിൽ ചിന്തിക്കേണ്ട കാര്യതാ. ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാവും. നിങ്ങൾ ചിന്തിച്ചു നോക്കിയ കർത്താവ് പറഞ്ഞില്ലേ, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്ത് ചെയ്യണം? തന്നെ പരിത്യജിച്ചുകൊണ്ട് സ്വന്തം കുരിശെടുത്തോണ്ട് എൻ്റെ പിന്നാലെ വന്നോന്ന്. അപ്പൊ കുരിശ് വേണോ? തേങ്ങ പോലെ ഇരിക്കാതെ ഉത്തരം പറ. കുരിശ് വേണം. കുരിശ് വേണമെന്ന്. എന്നാലേ കർത്താവിൻ്റെ പിന്നാലെ നടക്കാൻ പറ്റുള്ളൂ. കർത്താവ് പറയാ, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ. നമ്മളെല്ലാവരും ക്രിസ്ത്യാനികളാ, ക്രിസ്തുവിൻ്റെ അനുയായികളാ, എന്ന് വെച്ചാൽ ക്രിസ്തുവിൻ്റെ പിന്നാലെ നടക്കുന്നവരാന്ന്. നമ്മളവിടെ കർത്താവ് പറയാ, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ പരിത്യജിച്ചുകൊണ്ട് സ്വന്തം കുരിശെടുത്തോണ്ട് എൻ്റെ പിന്നാലെ വരാനാണ് തമ്പുരാൻ പറഞ്ഞേ. അപ്പൊ നിങ്ങൾക്ക് കുരിശ് വേണോ? ഉത്തരം പറ. വേണോ? തന്നാ സ്വീകരിക്കോ? തേങ്ങ നിങ്ങൾ തന്നാ സ്വീകരിക്കോ? ഇച്ചിരി കടബാധ്യത അങ്ങോട്ട് തരാ. പറയോ കർത്താവേ നന്ദിട്ടോ, ലക്ഷങ്ങൾ ബാധ്യത തന്നതിന് നന്ദി. പറയോ? പിന്നെന്തിനാ വേണമെന്ന് പറഞ്ഞേ? ഒരു ക്യാൻസർ അങ്ങോട്ട് തരാം. കർത്താവേ നന്ദിട്ടോ, ഇത്രയും നല്ലൊരു ക്യാൻസർ. പറയോ? പറയാനൊക്കെ കൊള്ളാടവേ കേട്ടോ. നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങളിലെ, സങ്കടങ്ങളിലെ, വേദനകളിലെ ക്രിസ്തുവിൻ്റെ മുഖം കാണാൻ പറ്റുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് അർത്ഥം ഉണ്ടാവണേ കേട്ടോ. പ്രശ്നങ്ങളുണ്ട്. ഒരു കാര്യം ചോദിക്കട്ടെ, പ്രശ്നങ്ങളില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവയ്ക്ക്. ഒരു പ്രശ്നമില്ലാത്തവന്മാർ കൈവയ്ക്ക്. എല്ലാത്തിനും പ്രശ്നമാണോ? എടാ മോനെ, നിനക്കെന്നാ പ്രശ്നം? നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ? മോൾക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇങ്ങനെ ആട്ടുന്നത് ഉണ്ടെന്നാണോ? പ്രശ്നമുണ്ടോ? ഇല്ല, ഒരു പ്രശ്നമില്ല. പിന്നെന്താ കൈവക്കാത്തേ? അവൾ വന്നപ്പോൾ തൊട്ട് എന്നെ നോക്കിക്കൊണ്ടിരിക്കുക. എൻ്റെ മുഖത്ത് കുറേ നേരം അയച്ചിരിക്കുന്നു. അപ്പം നൂൽക്കാടക പ്രസംഗം പറഞ്ഞ അച്ഛനെ ഈ യൂട്യൂബിൽ കുറേ നേരം കണ്ടിട്ടുള്ളതുകൊണ്ടേ അവൾക്ക് കണ്ടിട്ട് കൊതി തീരാത്തതുകൊണ്ട് അവളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണേ. എന്തെങ്കിലും ആവട്ടെ, അവളെ എന്നെ കുറേ നേരം നോക്കിക്കൊണ്ടിരിക്കുന്നത്. നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അടി കൊച്ചേ? പേരും തൊട്ടാ ജിബിയെ നിവിയ സുന്ദരിയാട്ടോ, നാളെ പിടിച്ചോളാം. എന്തെങ്കിലും ആവട്ടെ, നമുക്കൊക്കെ പ്രശ്നങ്ങളുണ്ട് കേട്ടോ. ജീവിതത്തിൽ നമ്മളൊക്കെ പ്രശ്നങ്ങൾ മുമ്പിലൂടെ കടന്നു പോകുന്നവരാ. ഈ പ്രശ്നങ്ങളുടെ നടുവിൽ ഞാൻ പറയുന്നറിയോ, കരഞ്ഞിരിക്കാതെ നേരെങ്കിൽ അതിന് മാത്രം നേരം ഉണ്ടാവുള്ളൂ. കരയാനാ പറ്റുന്നുള്ളെങ്കിൽ അതിന് മാത്രം നേരം ഉണ്ടാവുള്ളൂ. നിങ്ങൾ ചിരിക്കി. ഇടവേ, നമ്മൾ ഇത്രയും നാൾ ജീവിച്ചത് നമ്മുടെ കഴിവുകൊണ്ടാണോ? ഉത്തരം പറ. നമ്മുടെ കഴിവുകൊണ്ടാണോ? ഉത്തരം പറ. നമ്മുടെ കഴിവുകൊണ്ടാണോ? നിങ്ങളുടെ മാത്രം പ്രാപ്തി കൊണ്ടാണോ? നിങ്ങളുടെ മാത്രം അധ്വാനം കൊണ്ടാണോ? നിങ്ങൾ മാത്രം പരിശ്രമിച്ചുകൊണ്ടാണോ? അല്ല. ആ തമ്പുരാനുള്ളതുകൊണ്ട് നമ്മളൊക്കെ ജീവിക്കണേ. ഇന്ന് വരെ ജീവിച്ചിട്ടുള്ളത് അവൻ്റെ അനുഗ്രഹം കൊണ്ടാ. ഇനിയും ആരെന്നെ നോക്കിക്കൊള്ളും? എൻ്റെ തമ്പുരാൻ എന്നെ നോക്കിക്കോളും. അതാ ജീവിതമെന്ന്. നമ്മുടെ ക്രിസ്ത്യാനിയുടെ ജീവിതം അതാണ്. ഇത്രയും നാളെ എൻ്റെ ദൈവം എന്നെ നോക്കി, ഇനിയും ആരെന്നെ നോക്കും? ആ വായ തുറന്ന് അങ്ങോട്ട് പറ. ഇനി ആരെന്നെ നോക്കും?
ദൈവം എന്നെ നോക്കും. ഇത്രയേ ഉള്ളൂ. പുരുഷന്മാരെ ആരെന്നെ നോക്കും? നിങ്ങൾ വായോർക്ക് അജിയുടെ ശബ്ദം മാത്രമേ കേൾക്കണുള്ളൂ. ആരെന്നെ നോക്കും? ആരെന്നെ നോക്കും? എടവൈ വായു തുറക്ക്, ചത്തുപോകും. നിങ്ങൾ ഇതുപോലെ മിണ്ടാതിരുന്ന ചത്തുപോകും. നിങ്ങൾ ചിന്തിക്കണമായിരുന്നറിയോ? ഏറ്റവും കൂടുതൽ ഹാർട്ട് അറ്റാക്ക് വരുന്നത് ആർക്കാണെന്നറിയോ? ആർക്കാ? പുരുഷന്മാർക്ക്. എന്തുകൊണ്ടാണെന്നറിയോ? മിണ്ടത്തില്ല, ചിരിക്കത്തില്ല. ഇങ്ങനെ ഇരിക്കണാണ് ഈ ഇരിപ്പിടെ പ്രശ്നം. നിങ്ങൾ കേരളത്തിൽ എവിടെയോ നോക്കിക്കോ, ലോകത്തെ ഏറ്റവും കൂടുതൽ ഹാർട്ട് അറ്റാക്ക് വരുന്നത് പുരുഷന്മാർക്കാ. മിണ്ടത്തില്ല, ചിരിക്കത്തില്ല, സംസാരിക്കത്തില്ല. ഏറ്റവും കുറവ് ഹാർട്ട് അറ്റാക്ക് ആർക്കാ തന്നെയെന്നറിയോ? സ്ത്രീകൾക്കാ. എന്തുകൊണ്ടാണെന്നറിയോ? ഇവരെല്ലായിടത്തും പോയി കുറ്റം പറഞ്ഞ് നടക്കും. അപ്പം അതുകൊണ്ടല്ല, ഞാനൊരു പോസിറ്റീവായിട്ട് പറഞ്ഞതാ. പുരുഷന്മാരെ അതിനോടത്ത് കൈയടിക്കണ്ട കേട്ടോ. ഞാൻ പറഞ്ഞതറിയോ, ഇവരിങ്ങനെ നടക്കണോണ്ട് ഇവർക്കൊരു കുഴപ്പമില്ല. പക്ഷെ നമ്മളങ്ങനെയില്ല. നമ്മൾ കുറ്റം പറയുന്നില്ല എന്ന് പറയില്ല. പക്ഷെ ഞാൻ പറയുന്നറിയോ, നിങ്ങൾ ഇടയ്ക്കൊക്കെ ഒന്ന് വായി തുറക്ക് കേട്ടോ. ഇടയ്ക്കൊക്കെ ഒന്ന് വായി തുറക്ക്. ജീവിതത്തിൽ എപ്പോഴും ചിന്തിക്കണേ, ഒന്ന് വായി തുറന്ന് സംസാരിക്ക്. ഇടയ്ക്കൊക്കെ ഒന്ന് പാട്, ചിരിക്ക്, കരയ്. ഇതൊക്കെ മനുഷ്യനുള്ള കാര്യങ്ങളാണ്. വലുതറി ഉയർത്തിപ്പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ജീവിതത്തിൽ ഇന്ന് വരെ നമ്മൾ ജീവിച്ചിട്ടുള്ളത് ആരുടെ അനുഗ്രഹം കൊണ്ടാ? ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാ. ഇനിയും ആരുടെ അനുഗ്രഹം കൊണ്ട് നമ്മൾ ജീവിക്കും? അതാണ് നമ്മുടെ ജീവിതം. നമ്മളൊക്കെ പ്രത്യാശയുടെ മക്കളെ, ക്രിസ്ത്യാനികൾ അപ്രത്യാശയുടെ മക്കള് കേട്ടോ. ജീവിതത്തിൽ എത്ര തടസ്സം ഉണ്ടെങ്കിലും ചിന്തിച്ചോളണം, തമ്പുരാൻ നോക്കിക്കോളൂ എന്നെ. എത്ര വലിയ പ്രശ്നത്തിന് നടുവിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നെങ്കിലും ചിന്തിക്കണം, എൻ്റെ ദൈവം ഉണ്ടെന്ന് എനിക്ക്, അവൻ നോക്കിക്കോളൂ എന്നെ. നിങ്ങൾ ചിന്തിച്ചു നോക്കേ. ഇപ്പോൾ ഇവിടെ കോവിഡ് ഇവിടെ വന്നോ? ആരെങ്കിലും പോയോ? നിങ്ങളൊന്നും പോയില്ലേ? നിങ്ങൾ പോകാണ്ടിരിക്കല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഇത്രയും വലിയൊരു വിപത്ത് വന്നിട്ട് ഇവിടെ ഇരിക്കാല്ലേ? പലതും പോകേണ്ടതായിരുന്നു, പലതും CC അടയാറായി, എന്നിട്ടും പോയിട്ടില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഇപ്പോഴും ഇവിടെ ഇരിക്കുക. ഈ 2018 വെള്ളപ്പൊക്കം വന്നു ഇവിടെ വന്നോ? വെള്ളപ്പൊക്കം വന്നു ചെറുതായിട്ടോ? അങ്ങനെ ചെറുതായിട്ട് തന്നെ ഏതാ കയറ്റായതുകൊണ്ട് കയറില്ല. അപ്പം ഇവിടെ കൂടെ പോവും, താഴെ കൂടെ പോവും. ആരുടെയൊക്കെ വീട്ടിൽ വെള്ളപ്പൊക്കം വന്നു? ഒറ്റണത്തിനും വന്നിട്ടില്ല. പിന്നെ ഒന്നിട്ട് താങ്ങിയത് പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ നിങ്ങൾ നിങ്ങനെയോ, ഇടവേ 2010 ഒടുക്കത്തെ വെള്ളപ്പൊക്കമായിരുന്നു. ഞങ്ങളുടെ നാട്ടിലൊക്കെ വെള്ളപ്പൊക്കം എൻ്റെ വീടിൻ്റെ മുകളിൽ കൂടെ ഒക്കെ വെള്ളം പോയിക്കൊണ്ടിരുന്നേ കേട്ടോ. ഞാനൊക്കെ ടെൻറ്റിലാണ് പോയി കിടന്നു തുടങ്ങിയത്. ടെൻറ്റിലും കൂട്ടുകാരുടെ അടുത്തേക്കാണ് പോയേ. ഞങ്ങളുടെ നാട്ടിലൂടെ വെള്ളം പോയിട്ട് ഈ റെസ്ക്യൂ ടീമിൻ്റെ ഭാഗമായിട്ട് ഞാനൊക്കെ പള്ളിമേടേന്ന് ഇറങ്ങിപ്പോയി ഓരോ സ്ഥലത്ത് പോയി ഭക്ഷണം കൊടുക്കലായിരുന്നു പരിപാടി. നിങ്ങൾ ഈ 2018 വെള്ളപ്പൊക്കം വന്നിട്ട് അതുപോലെ ദുരിതം അനുഭവിച്ചവരാണ് ഞങ്ങളൊക്കെ കേട്ടോ. നിങ്ങൾക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലല്ലേ? എൻ്റെ കർത്താവ്, ഈ ചതി ഇവർക്കൊരു നല്ലത് കൊടുക്കാറുന്നില്ലേ കർത്താവേ? നിങ്ങൾക്ക് ഈ മുല്ലപ്പെരിയാർ അങ്ങനെ പൊട്ടി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ? ഒരു പ്രശ്നം ഉണ്ടാവില്ലേ? അപ്പോഴും ചതി കർത്താവ് ഞങ്ങളോട്. ഈ മുല്ലപ്പെരിയാർ പൊട്ടി ആദ്യം പോണ ടീമുകൾ ഞങ്ങളാ കേട്ടോ. ആദ്യം നിങ്ങൾ ഓർത്തോണം, ആദ്യമൊക്കെ പോകും. അങ്കമാലി, എറണാകുളമൊക്കെ ടപ്പേന്ന് അടിച്ചു പോകും കേട്ടോ. മുല്ലപ്പെരിയാർ അങ്ങനെ പൊട്ടിയത് നിങ്ങൾ ഓർത്തോണം. ഞാൻ ജിനുവച്ചൻ അറബിക്കടലുണ്ടാവും. ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ കേട്ടോ. ഇവിടെ ഒന്നും വരില്ലല്ലേ? ദൈവം ശരിക്കും അനുഗ്രഹിച്ചൊരു ജനതയാണ് തിരുവനന്തപുരംകാരല്ലേ? സത്യം കേട്ടോ. ഈ നെയ്യാർ ഡാം അങ്ങനെ പൊട്ടിയ വരുമോ? പൊട്ടട്ടെ കർത്താവേ, എങ്ങനെയെങ്കിലും കേട്ടെ. ഞാൻ പ്രാർത്ഥിക്കാം കേട്ടോ. നമ്മുടെ ജീവിതത്തിലെ ചില അനുഭവങ്ങളാണ് നമ്മളെ മുന്നോട്ട് കർത്താവിൻ്റെ അടുത്തേക്ക് അടുപ്പിക്കുള്ളൂ കേട്ടോ. ചില ദുരിതങ്ങളും ചില വേദനകളും ചില പ്രശ്നങ്ങളൊക്കെയാണ് നമ്മളെ ദൈവത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവുക. എനിക്ക് നിങ്ങളോട് പറയുന്നറിയോ, നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ഇതുപോലെ പ്രശ്നങ്ങളൊക്കെ ലോകത്ത് മുഴുവൻ ഉണ്ടായിട്ടും കർത്താവ് നമ്മളെ കാത്തു സൂക്ഷിച്ചു. ഇല്ലേ ഉണ്ടോ? ഇനിയും ആര് കാത്തു സൂക്ഷിച്ചോളും? എൻ്റെ തമ്പുരാൻ കാത്തു സൂക്ഷിച്ചോളും. അതാണോ നമ്മുടെ വിശ്വാസം? അതിന് വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കണ്ടേ. ജീവിതത്തിലെ എത്ര വലിയ പ്രശ്നം ഉണ്ടെങ്കിലും ചിന്തിച്ചോ, ആരെൻ്റെ കൂടെയുണ്ട്? വല്ലതും ഉയർത്തി പറഞ്ഞേ, ആരെൻ്റെ കൂടെയുണ്ട്? ദൈവം എൻ്റെ കൂടെയുണ്ട് കേട്ടോ. ഞാനൊരു വചനം പറയാം. 1 യോഹന്നാൻ 4:4. ആർക്കെങ്കിലും അറിയോ? ആ പുസ്തകമൊക്കെ തുറക്ക്. പിടിക്കൽ മാത്രമേ ഉള്ളൂ, തുറക്ക്. 1 യോഹന്നാൻ 4:4. പെട്ടെന്നെടുക്ക്. 1 യോഹന്നാൻ 4:4. മറക്കൽ മാത്രമേ ഉള്ളൂ, കിട്ടണില്ല. ഇത് മുൻവശത്തൊന്നുമല്ല, പിൻവശത്താണത്. എൻ്റെ പൊന്നോ, 1 യോഹന്നാൻ എവിടെയാണെന്നറിയാം? കിട്ടിയ അത് വായിച്ചേ. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു.
എൻ്റെ സഹോദരി ഒന്ന് എഴുന്നേറ്റേക്കാമോ? പേടിക്കണ്ട, ഞാൻ ഒന്നും ചെയ്യത്തില്ല. പേരൊന്നുട്ടാ ജിൻസി സുന്ദരിയാ, വായിച്ചോ. ആ, കുഞ്ഞുങ്ങളെ നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, അവനെ ജയിച്ചുമിരിക്കുന്നു. നിങ്ങളിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനല്ലോ. അത് മാത്രം കേട്ടാൽ മതി. ഇരുന്ന ജിൻസി, താങ്ക് യു. നിങ്ങളിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനല്ലോ. ജീവിതത്തിൽ എപ്പോഴും ഓർത്തോളണം, നമ്മുടെ ഉള്ളിൽ തമ്പുരാനുണ്ട്. ആ തമ്പുരാൻ ഈ ലോകത്തുള്ള എന്തിനേക്കാളും വലിയ ഒരു തമ്പുരാനാണ് കേട്ടോ. ജീവിതത്തിൽ എന്തിനേക്കാളും, ഈ ലോകത്തുള്ള എന്തിനേക്കാളും വലിയൊരു തമ്പുരാനാണ് നമുക്കുള്ള, ഒരു ദൈവം നമുക്കുള്ള. വലുതറമിയത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. സൈഡിലുള്ളവർ ഷെയ്ക്കാനെടുത്തേ, ഒരു ഷെയ്ക്കാനെടുത്തേ, ഒരു ഷെയ്ക്കാനെടുത്തേ. ഒരെണ്ണത്തിന് കൊടുത്താൽ മതി, ലോകത്തുള്ള എല്ലാത്തിനും കൊടുക്കണ്ട, ഒരെണ്ണത്തിന് കൊടുക്ക്. ഇനി 3 പേരണെങ്കിൽ എവിടെയെങ്കിലും പിടിക്ക്. ആ കൈ പിടിക്ക്, ആ കൈ പിടിക്കാൻ പിടിക്കും. പാട്ടുകാർക്ക് എന്താ വേറെ നിയമമുണ്ടോ? പിടിക്ക്. ഓക്കെ, കൈ പിടിച്ചോ. ഞാൻ അയാളെ നോക്കിയിട്ട് ആ വചനം പറ. അയാളുടെ മുഖത്തേക്ക് നോക്ക്, എൻ്റെ മുഖത്തേക്ക് നോക്കണ്ട, അയാളുടെ മുഖത്തേക്ക് നോക്കാൻ. പുരുഷന്മാരെ നോക്ക്, അയാളുടെ മുഖത്തേക്ക് നോക്കിയാ ഞാൻ പറയണ പോലെ പറ. എൻ്റെ മുഖത്തേക്ക് ഒരെണ്ണം നോക്കണേ, ഞാൻ ഇപ്പോൾ വിളിപ്പിക്കും, എന്നിട്ട് ഞാൻ പിടിക്കും. അയാളുടെ മുഖത്തേക്ക് നോക്ക്. 3 പേരാണെങ്കിൽ എങ്ങോട്ടെങ്കിലും നോക്ക്, എൻ്റെ മുഖത്ത് നോക്കണ്ട. ഞാൻ കൈ പിടിക്ക്, ഞാൻ അയാളുടെ മുഖത്ത് നോക്കി പറ, ഒന്നി യോഗനാൻ. ഉച്ചത്തിൽ പറ, ഒന്നി യോഗനാൻ. അയാളുടെ മുഖത്ത് നോക്കി പറ, ഒന്നി യോഗനാൻ 4:4. ഒന്നുകൂടി പറ, ഒന്നി യോഗനാൻ 4:4. നിന്റെ ഉള്ളിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനാണ്. ഒന്നുകൂടി പറ, നിന്റെ ഉള്ളിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനാണ്. അതുകൊണ്ട് നീ വിഷമിക്കരുത്, സങ്കടപ്പെടരുത്. ദൈവമുണ്ട് നിന്റെ കൂട്ടിന്, ദൈവമുണ്ട് നിന്റെ കൂട്ടിന്. ആ മതി വിട്ടോ എന്ന് പറയണ്ട കേട്ടാ. ജീവിതത്തിൽ എപ്പോഴും ഓർത്തോളണം, ദൈവമുണ്ട് എനിക്ക്, ആ ദൈവം എന്നെ നോക്കിക്കോളും. പ്രശ്നങ്ങൾ ഉണ്ടാവണില്ല എന്നല്ല. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, 5ാം ക്ലാസ്സിൽ പഠിക്കണ കൊച്ച് ജയിച്ചു കഴിഞ്ഞ പിന്നെ എത്രാം ക്ലാസ്സിലേക്ക് പോണേ? ഉത്തരം പറ. 6ാം ക്ലാസ്സിലെ. 5ാം ക്ലാസ്സിലെ പരീക്ഷയാണോ ബുദ്ധിമുട്ട്? 6ാം ക്ലാസ്സിലെ പരീക്ഷയാണോ ബുദ്ധിമുട്ട്? 6ാം ക്ലാസ്സിലെ പരീക്ഷ ബുദ്ധിമുട്ട്. 5ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതുന്ന കൊച്ചു വിചാരിക്കും, ദൈവമേ ഈ പരീക്ഷ പാസ്സായ ഞാൻ ജയിച്ചാ വന്നുള്ളടവേ, വന്നുള്ളൊന്ന്. നമ്മുടെ നാട്ടിൽ പഴമക്കാർ പറയും, പിടിച്ചേലും വലുതാ. പിടിച്ചേലും വലുതാ. ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് വേറെ ഡയലോഗാ, പിടിച്ചേലും വലുതാ അളയിലെന്ന് കേട്ടോ. പാമ്പിനെ കുറിച്ച് പറഞ്ഞതാ, പിടിച്ചേലും വലുതാണ് അളയിലെന്ന്. നിങ്ങൾ ഓർത്തോളം, വന്നുള്ള പ്രശ്നങ്ങള്. 5ാം ക്ലാസ്സിലെ പരീക്ഷ എത്തുന്ന കൊച്ചു വിചാരിക്കും, ദൈവമേ 6ാം ക്ലാസ്സിലെത്തിയ എനിക്ക് ഓക്കെ ആയി. ഇല്ലടോ, 5ാം ക്ലാസ്സിലെ പരീക്ഷനേക്കാളും വലുതാണ് 6ാം ക്ലാസ്. 6ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതി കഴിഞ്ഞ് ദേവന് 7ാം ക്ലാസ്. 7ാം ക്ലാസ്സിലെ പരീക്ഷ എനിക്ക് ദേവന് 8ാം ക്ലാസ്. ഇത് ഗ്രേഡ് കൂടിക്കൊണ്ടിരിക്കുക. സഹനങ്ങളുടെ ഗ്രേഡും വേദനകളുടെ ഗ്രേഡും ഇനി കൂടുകയുള്ളൂ. കുറയോ? ബെസ്റ്റ് വിഷയസ് കേട്ടോ. സാഹിച്ചങ്ങോട്ട് മാട്ടുകെട്ട കർത്താവ് കേട്ടോ. പലതരം വിദ്യാർത്ഥി പറഞ്ഞേ ഹല്ലേലൂയ. ജീവിതത്തിൽ ദുരിതങ്ങൾ ഉണ്ടാവുന്ന ഇഷ്ടം പോലെ ഉണ്ടാവും, ഇനിയും ഉണ്ടാവും ഇഷ്ടം പോലെ. എത്ര ജീവിതത്തിൻ്റെ പ്രശ്നത്തിന് നടുവിലും ചിന്തിച്ചോളണം, എൻ്റെ തമ്പുരാനുണ്ട് എനിക്ക്. ദാറ്റ്സ് ഇനഫ് കേട്ടോ. നാട്ടുകാരും വീട്ടുകാരുണ്ടാവാ, തേങ്ങ ഉണ്ടാവും മകളൊക്കെ കേട്ടോ. വീട്ടുകാരുണ്ടാവാ, ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും കേട്ടോ. ജീവിത പങ്കാളി ഉണ്ടാവാ. നിനക്ക് എവിടെയാടാ ജീവിത പങ്കാളി ഉണ്ടാവുന്ന? ഇത്രയും ചെറിയ പ്രായത്തിൽ തൊട്ട് തുടങ്ങി കർത്താവേ. ജീവിത പങ്കാളി ഉണ്ടാവോ? മിണ്ടണ്ട. എന്തെങ്കിലും ഉത്തരം പറഞ്ഞ് വല്ലോടത്തും പോയാൽ തീർന്നു. ഞാൻ പ്രസംഗിച്ച് എൻ്റെ വഴി നോക്കി പോവും. അനുഭവിക്കാനുള്ളത് നിങ്ങളാ, അതുകൊണ്ട് വേണ്ട കേട്ടോ. ജീവിത പങ്കാളി ഉണ്ടാവുന്ന എന്താ ഉറപ്പ്? എന്തൊട്ട് ഉറപ്പ്? മക്കളുണ്ടാവോ? കേട്ടോ, മക്കളുണ്ടാവോ? ഭയങ്കര ഉണ്ടോ? ഞാൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ, ഇതിന് കൈ ഉയർത്താൻ കേട്ടോ. എനിക്ക് പ്രായമാകും എൻ്റെ മക്കൾ നോക്കുമെന്ന് ഉറപ്പുള്ള മാതാപിതാക്കന്മാരൊന്ന് കൈവോക്കിയേ. ഇപ്പോഴും മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. എനിക്ക് പ്രായമാകും എൻ്റെ മക്കള് എന്നെ നോക്കുമെന്ന് ഉറപ്പുള്ള മാതാപിതാക്കന്മാർ കൈവക്കാൻ.
എടാ ഈ ഇവിടുത്തെ പുരുഷന്മാർക്ക് ഒരു ഉറപ്പുമില്ലേ? 1 2 പുരുഷന്മാർ അവിടെ ഇരിക്കണ ഒരു കൊച്ചമ്മയോട് പറയണ്ട, അമ്മയെ പൊക്ക്, ഞാൻ നോക്കിക്കോളാം. ഇനി അമ്മയ്ക്ക് അതിൻ്റെ ഉറപ്പും കൂടി കിട്ടിയിട്ട് വേണോ ഞാൻ നോക്കാൻ. ഇനി എന്തെങ്കിലും ആവട്ടെ, പൊക്കെ സ്ത്രീകൾ പൊക്കെ. 2 പുരുഷന്മാർ 2 4 6 8. നീ എന്തിൻ്റെ പേരിലാണ് ഈ പൊക്കണേ? എന്തെങ്കിലും ആവട്ടെ. 8 പേര് പൊക്കിയുണ്ട്. ബാക്കിയുള്ളവർക്കൊന്നും പിള്ളേരില്ലേ? പിള്ളേരുണ്ട്, പക്ഷെ നോക്കുമെന്ന് ഉറപ്പില്ല. ഇവിടെ എല്ലാം തീർന്നു കേട്ടോ. നിങ്ങൾ ജീവിക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാ? കേട്ടില്ല. മക്കൾക്ക് വേണ്ടി. ഈ മക്കൾക്ക് വേണ്ടി ജീവിച്ചിട്ട് മക്കൾ നിങ്ങളെ നോക്കത്തില്ലേ? ഉറപ്പില്ല. നിങ്ങൾ ചിന്തിക്കണമെന്നറിയോ? ഏറ്റവും കൂടുതൽ അഗതി മന്ദിരങ്ങളുള്ളത് ഏത് സമുദായത്തിൽപ്പെട്ടവർക്കെന്നറിയോ? ക്രിസ്ത്യാനികൾക്കാണ് കേട്ടോ. അഭിമാനിക്കണം, 1ാം സ്ഥാനം കേരളത്തിൽ. ഏറ്റവും കൂടുതൽ കൺവെൻഷൻ യോഗങ്ങൾ സംഘടിപ്പിക്കുന്ന ആരെന്നറിയോ? ക്രിസ്ത്യാനിയാ കേട്ടോ. ഏറ്റവും കൂടുതൽ റേഷ്യോ അനുസരിച്ച് തടവുകൊള്ളികൾ ആർക്കുള്ളതെന്നറിയോ? ക്രിസ്ത്യാനികൾക്കാ 1ാം സ്ഥാനം. അഭിമാനമാണ് കേട്ടോ. ഇതൊക്കെ അഭിമാനിക്കേണ്ടവരാ. പക്ഷെ എല്ലാ വർഷത്തിലും കൺവെൻഷൻ കൂടുന്നവരാ കേട്ടോ. ഒക്കെ അഭിമാനിക്കേണ്ട കാര്യങ്ങളാ. നിങ്ങൾ ചിന്തിച്ചു നോക്കണവേ, നമ്മളെ വിശ്വസിക്കുന്നവരോ സ്നേഹിക്കുന്നവരോ കൂടെ ഉണ്ടാകുമെന്ന് തിരിച്ചറിയുന്നവരോ ഒന്നും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പ്രതീക്ഷ ഇല്ലാത്ത സാഹചര്യത്തിൽ കൂടെ ഉണ്ടാവോ? ഇല്ല. മക്കളുണ്ടാവില്ല, ജീവിത പങ്കാളി ഉണ്ടാവില്ല, കൂടപ്പിറപ്പ് ഉണ്ടാവോ? ആദ്യം ഓടുന്നത് അവനായിരിക്കും. അയൽവക്കക്കാരുണ്ടാവോ? എവിടെ? സുഹൃത്തുക്കൾ ഉണ്ടാവോ? പിന്നെ ആരോ ഉള്ളേ? ദൈവമുണ്ട്. ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധിയിലും ചിന്തിക്കേണ്ട ഒറ്റ കാര്യം അത്രേ ഉള്ളൂ മക്കളെ. നമ്മളെ എത്ര സ്നേഹിച്ചു എന്ന് പറഞ്ഞ് ഇങ്ങനെ പിടിച്ചാലുണ്ടല്ലോ, ഇതൊന്നും ഉണ്ടാവില്ല. ഈ പിടിക്കണ കരം മാത്രമേ ഉണ്ടാവുള്ളൂ. അയാൾ പോകൂടെ, എവിടെയെങ്കിലും പോകും. ചിലപ്പോൾ ഇനി മരണം കൊണ്ടാണെങ്കിൽ അയാൾ പോകും. പക്ഷെ നിങ്ങൾ ഓർക്കണം, ഈ പിടിച്ച കൈ ഇവിടെ നിന്ന് എടുക്കാതെ നമ്മളിങ്ങനെ കൊണ്ടടക്കണ ഒരു വ്യക്തിയുള്ളൂ. തമ്പുരാൻ മാത്രമേ ഉള്ളൂ, ദൈവം മാത്രമേ ഉള്ളൂ. വലുതരം ഉയർത്തി പറ ഹല്ലേലൂയ. അപ്പൊ ജീവിതത്തിൽ ഏതൊക്കെ പ്രശ്നം വന്നാലും ചിന്തിച്ചോളാം, ആ തമ്പുരാനെ നോക്കിക്കോളും. എത്ര വലിയ തടസ്സമാണെങ്കിലും എൻ്റെ തമ്പുരാനെ നോക്കിക്കോളും. നമ്മൾ പാടുന്ന ഒരു പാട്ടില്ലേ, അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ദാരിദ്ര്യം. ഇത്രയും ദാരിദ്ര്യം പിടിച്ച പാട്ട് കേട്ടോ. ഇച്ചിരി ശബ്ദത്തിൽ പാട്. പുരുഷന്മാരെ ചത്തുപോകും. നിങ്ങൾ ഉച്ചത്തിൽ പാട് കേട്ടോ. ചത്തുപോകും കേട്ടോ. നിങ്ങൾ ഉച്ചത്തിൽ പാടിയാൽ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും കേട്ടോ. നിങ്ങൾ എന്ത് താങ്കിയിരിക്കുന്നതാണ്? നിങ്ങൾ മൈക്ക് കൂടെ പാടണ്ട കേട്ടോ. ഓർഗനിസ്റ്റ് അവൻ പിടിച്ചെന്നോളെ ചേട്ടൻ കേട്ടോ. നിങ്ങളെല്ലാവരും കൂടി മൈക്ക് കൂടെ ഒന്നും പാടണ്ട. നിങ്ങളുടെ ശബ്ദം എനിക്ക് കേട്ടാൽ മതി. മൈക്കിൻ്റെ ശബ്ദം കേൾക്കണ്ട, നിങ്ങളുടെ ശബ്ദമാണ് എനിക്ക് കേൾക്കണ്ട കേട്ടോ. എല്ലാവരും റെഡി? 1 2 3 സ്റ്റാർട്ട്. അക്കരയ്ക്കു യാത്ര ചെയ്യും ഓളങ്ങൾ കണ്ടു നീ കാറ്റിനെയും ഒന്നുകൂടി കാറ്റിനെയും കടലിനെയും അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി. മതി ചേട്ടാ, സൂപ്പറായിട്ട് വായിച്ചു കേട്ടോ. അസലായിട്ടുണ്ട്. പേരുന്നോട്ടാ പ്രിൻസോ? ചേട്ടാ ഒരു പ്രിൻസ് തന്നെയാ കേട്ടോ. എന്തെങ്കിലും ആവട്ടെ, അസലായിട്ട് വായിച്ചു കേട്ടോ. സൂപ്പർ, രസമായിട്ട് വായിച്ചു. നല്ല കൈഡി കൊടുത്തേ. ഒരാളെക്കുറിച്ച് നല്ലത് പറയുമ്പോൾ ഒരു കൈയടിക്കാൻ പാടില്ലേ? ഇങ്ങനെ ഇരിക്കുക. എന്തെങ്കിലും ആവട്ടെ, സൂപ്പറായിട്ടോ കേട്ടോ. എന്തെങ്കിലും ആവട്ടെ, നന്നായിട്ട് വായിച്ചു. നിങ്ങൾ നന്നായിട്ട് പാടി കേട്ടോ. എന്നിട്ടാ പാട്ട് പാടിയേ. അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ടെന്ന്. നിങ്ങൾ ചിന്തിച്ചു നോക്കി, എന്ത് രസമാണ് വരി. അടുത്ത വരിയുടെ ഏറ്റവും ശ്രേഷ്ഠം. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ള പടവിലുണ്ടെന്ന് നിന്റെ ജീവിതത്തിൽ. പിന്നെ എന്തിനാ പേടിക്കണേന്ന് ഞാൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. ദൈവം കൂടെയുള്ള മനുഷ്യൻ പേടിക്കോ?
പേടിക്കോ? ദൈവം കൂടിയുള്ള മനുഷ്യൻ പേടിക്കോ? നിങ്ങൾക്ക് പേടിയുണ്ടോ? ഓ, എന്നാ തള്ളടാ തള്ളിയേ. നിങ്ങൾക്ക് പേടിയില്ല? ഒന്നിനെ കുറിച്ച് പേടിയില്ല? എൻ്റെ കർത്താവേ, ആ ആകാശം കടി വീണിട്ട അതുപോലത്തെ തള്ളല്ലേ, ഒറ്റയിടത്തിനും പേടിയില്ല. വാ, ഒരു കാര്യം കൂടെ പറ്റാ. അപ്പം ഞാൻ ഒന്നും പറയണില്ല. പേടിയില്ലാത്തവർ. ദൈവം കൂടിയുള്ള മനുഷ്യൻ ടെൻഷൻ അടിക്കോ? ടെൻഷൻ അടിക്കോ? നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടോ? ഇതെന്താ തള്ളല് കേന്ദ്രമാണോ അത്? ഒരു ടെൻഷനും ഇല്ല. ജീവിതത്തിൽ നിങ്ങൾ ഓർത്ത് നോക്കിയാൽ നമ്മൾ എന്തോരം ടെൻഷൻ അടിച്ചിട്ടുണ്ട്, എന്തോരം ഭയപ്പെട്ടിട്ട് ചില കാര്യങ്ങൾ വരുമ്പോൾ. ദൈവം കൂടിയുള്ള മനുഷ്യൻ എന്തിനാ ഭയപ്പെടണേ? ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിച്ച് കൊണ്ടു നടക്കണ തമ്പുരാൻ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ എന്തിനാ ഭയപ്പെടണേ? അവൻ നോക്കിക്കോളൂല്ലേ. എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ അവൻ നോക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ഭയപ്പെടണേ? ഇന്ന് വരെ എന്നെ നോക്കിയിട്ടുണ്ടെങ്കിൽ അവനും ഇനിയും നോക്കിക്കോളും. നിങ്ങൾ ചിന്തിച്ചു നോക്കേ. ഇപ്പോൾ പലരും പറയാറുണ്ട്, കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ലേ? പ്രശ്നം ഉണ്ടാവില്ലേ? ഉണ്ടാവും. ഉണ്ടാവില്ലെന്നല്ല, ഉണ്ടാവും. ഇടവേ നിങ്ങൾ ചിന്തിച്ചു നോക്കേ. കർത്താവ് സഞ്ചരിച്ച വഞ്ചിയിലാണ് കാറ്റും കോളുണ്ടായേ, ആണല്ലയോ? അതെ, കർത്താവ് സഞ്ചരിച്ച, കർത്താവ് കിടന്നുറങ്ങി ശിഷ്യന്മാര് വഞ്ചി തൊഴിയുന്ന ആ വഞ്ചിയിലാണ് കാറ്റും കോളുണ്ടായേ. കാറ്റും കോളും അടിച്ചോണ്ടിരിക്കുകയായിരുന്നു അവിടെ. പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാനെന്നറിയോ? നിന്റെ വഞ്ചിയില് കർത്താവുണ്ട്, നീ അക്കരെ എത്തിയിട്ടുണ്ടാവും. ഒരു കാര്യം കൂടി അച്ഛൻ ചേർത്ത് വെച്ച് പറയാ, നിന്റെ വഞ്ചിയില് കർത്താവുണ്ട്, നീ അക്കരെ എത്തിയിട്ടുണ്ടാവുന്ന്. നിന്റെ വഞ്ചിയില് കാറ്റും കോളും ആഞ്ഞടിച്ചാലും എത്രയേറെ പ്രശ്നങ്ങൾ നിന്റെ ജീവിതത്തിൽ വന്നാലും നിന്റെ വഞ്ചിയില് കർത്താവുണ്ട്, നീ അക്കരെ എത്തിയിട്ടുണ്ടാവും. പലതരം ഉയർത്തിപ്പറ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇടവേ പ്രശ്നങ്ങളുടെ നടുവിലും സങ്കടത്തിന്റെ നടുവിലും ഒക്കെ ചിന്തിക്കേണ്ട കാര്യം ഇതാ, കർത്താവ് ഉണ്ടെങ്കിൽ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. നിങ്ങൾ എൻ്റെ അപ്പൻ എപ്പോഴും പാടുന്നൊരു പാട്ടുണ്ട്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാണ് കേട്ടോ. കണ്ണുനീർ താഴ്വരയിൽ ചെണ്ണറിയായിരിക്കും കേട്ടോ. ഭയങ്കര രസമാണ് പാട്ട്. എനിക്ക് എത്ര ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ വന്നാലും ആ പാട്ടിനോടുള്ള സ്നേഹം എനിക്ക് ഒരിക്കലും പോവില്ല. കാരണം എൻ്റെ അപ്പൻ പഠിപ്പിച്ചൊരു പാട്ടത്. അപ്പൻ ഇങ്ങനെ എപ്പോഴും പാടും ഈ പാട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ പാട്ട്. അത് നിങ്ങൾക്ക് അറിയായിരിക്കും. നിങ്ങൾ എവിടെയൊക്കെ ലോകത്ത് എവിടെ പോയി പാടിയാലും ഈ പാട്ട് എല്ലാവരും പാടും കേട്ടോ. എല്ലാവരും പാടും ഈ പാട്ട്. നിങ്ങൾ അറിയായിരിക്കും. കണ്ണുനീർ താഴ്വരയിൽ ഞങ്ങൾക്ക് ഒന്നിച്ചോടം കേട്ടോ. കേട്ടോ, നിങ്ങൾ എന്താ തയങ്കിരിക്കണതാ? ചത്തുവോ? പാട് കേട്ടോ. റെഡി, 1 2 3 സ്റ്റാർട്ട്. കണ്ണുനീർ താഴ്വരയിൽ ഞാനേറ്റം വലഞ്ഞിടുമ്പോ കണ്ണുനീർ വാർത്തവനൻ ഒന്നുകൂടി. കണ്ണുനീർ താഴ്വരയിൽ ഞാനേറ്റം വലഞ്ഞിടുമ്പോ കണ്ണുനീർ വാർത്തവനൻ അടുത്തവരി. നിന്മനമിളകാതെ നിന്നോട് കൂടെയെന്നും ഒരിക്കൽ കൂടി. നിന്മനമിളകാതെ നിന്നോട് കൂടെയെന്നും ഞാനുണ്ട്. അടുത്ത വരി അറിയോ? തീച്ചൂള സിംഹക്കുഴി ജയിലറയിച്ചവാളോ നിന്മനമിളകാതെ
ചേട്ടാ സൂപ്പർ കേട്ടോ, സൂപ്പർ സൂപ്പർ. എന്തെങ്കിലും ആവട്ടെ, മതി ഒറ്റ പ്രാവശ്യം അടിച്ചാൽ മതി, അല്ലെങ്കിൽ പ്രിൻസായിട്ടൊരു സങ്കടമാവും, അതുകൊണ്ടായിരിക്കും കേട്ടോ. നിന്മനം നിന്മനം ഒന്ന് പറയണേ, നിന്മനം അടുത്ത വരി പറ, നിന്മനം പതറാതെ നിന്നോട് ഞാനുണ്ട് അന്ത്യം വരെയെന്ന്. എന്ത് രസമാണ് വരി, നിങ്ങൾ ചിന്തിച്ചുണ്ടോ? ഞാൻ അതുപോലൊരു ക്രിസ്തീയ പത്തികാരൻ ഇതുവരെ കേട്ടിട്ടില്ല. അത്രയ്ക്ക് രസമാണ് അതിൻ്റെ വരികൾ. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. ആദ്യത്തെ വരി, കണ്ണുനീർ താഴ്വരയിൽ ഞാൻ ഏറ്റവും വലഞ്ഞിടുമ്പോൾ കണ്ണുനീർ വാർത്തവനൻ കാര്യം നടത്തി തരുമെന്ന്. അടുത്തതുകൊണ്ട് പറയണേ, നിന്മനം ഇളകാതെ നിന്മനം പതറാതെ നിന്നോട് കൂടെ എന്നും ഞാനുണ്ട അന്ത്യം വരെ. ആരും ഇല്ലെങ്കിലും ആരുണ്ടാവും? ദൈവം ഉണ്ടാവും. ജീവിതത്തിൽ എപ്പോഴും ഓർക്കേണ്ട കാര്യതാ. എത്ര പ്രശ്നത്തിൻ്റെ നടുവിൽ നിൽക്കുമ്പോഴും ചിന്തിക്കുക, എൻ്റെ തമ്പുരാൻ എന്നെ നോക്കണ്ട്, എൻ്റെ തമ്പുരാൻ എന്നെ നോക്കിക്കോളും. ഏഷ്യ പ്രവാചകന്റെ പുസ്തകം 40 അധ്യായം 31 തിരുവചനം നിർത്തേ. ഏഷ്യ 40:31. ഇവിടെ സത്യവേദ പുസ്തകം തുറക്കില്ല, രസം കേട്ടോ. വായിച്ചോ ജിൻസിയെ, വായിച്ചോ. അതാരത്? ചേച്ചി എഴുന്നേറ്റോ. എനിക്കെല്ലാവരും വായിക്കണമെന്ന് താല്പര്യം കേട്ടോ. പേരും തൊട്ടാ പുഷ്പലതയോ? കണ്ടാലും പറയും കേട്ടോ. സുന്ദരിയാ, വായിച്ചോ. പറ. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും, അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. എങ്ങനെയുള്ള മനുഷ്യരാ? ആദ്യത്തെ വചനം, എങ്ങനെയുള്ള മനുഷ്യരാ? യഹോവയെ കാത്തിരിക്കുന്ന മനുഷ്യനെ കുറിച്ച് അത് പറയണേ കേട്ടോ. യഹോവയെ കാത്തിരിക്കുന്ന മനുഷ്യന്റെ പ്രത്യേകത അത്. യഹോവയെ കാത്തിരിക്കുന്ന മനുഷ്യൻ തളർന്നു പോവോ? തകർന്നു പോവോ? സങ്കടപ്പെടോ? ഇല്ല. നമ്മളൊക്കെ യഹോവയെ കാത്തിരിക്കുന്ന മനുഷ്യരാ. വലതരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. പുഷ്പല തേച്ചിരുന്നോ? സൂപ്പറായിട്ട് വായിച്ചു കേട്ടോ. അടുത്ത വചനം വായിച്ചേ. വിശുദ്ധ പൗലോസ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8 അധ്യായം 31. റോമർ 8:31. പടയുന്നെടുക്ക്, സമയമില്ല. സ്റ്റാൻഡപ്പ്. വീണ്ടും പുഷ്പം. 1 മിനിറ്റ് പുഷ്പം. ഇത് സംബന്ധിച്ച് നാം എന്ത് പറയണ്ടോ? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂല ആര്? ജീവിതത്തിൽ എപ്പോഴും ചിന്തിച്ചോളാം, ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ എന്തിനാ പേടിക്കണേ? ഈ ലോകത്ത് ഒരു ശക്തിക്കും നമ്മളെ തകർക്കാൻ പറ്റില്ല. ഒരു പ്രതിബന്ധവും നമ്മളെ തടസ്സപ്പെടുത്തില്ല. ഒരു ബുദ്ധിമുട്ടും നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കാൻ പറ്റത്തില്ല. കാരണം ആരാ എൻ്റെ കൂടെയുള്ള? ദൈവം എൻ്റെ കൂടെയുള്ള. ജീവിതത്തിൽ ഈ ബോധ്യം നമുക്ക് ഉണ്ടെങ്കിലോ നമ്മൾ ഏത് പ്രശ്നത്തിന് മുമ്പിലിങ്ങനെ നിൽക്കും. എത്ര സങ്കടം വന്നാലും നിൽക്കും. എത്രയേറെ ജീവിതത്തിൽ ക്ലേശങ്ങൾ വന്നാലും നമ്മൾ അങ്ങനെ നിൽക്കും. കാരണം എന്നറിയോ? ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ എന്തിനാ പേടിക്കണേ? ദൈവം കൂടെയുള്ള മനുഷ്യനെ തോൽപ്പിക്കണം ഒരാൾക്കും പറ്റില്ല. ഈ ലോകത്ത് ഒരാൾക്കും ഏത് ശക്തിക്കും പറ്റില്ല. ഞാൻ ഇത്രയും നാളത്തെ എൻ്റെ ജീവിതത്തെ അനുഭവം കൊണ്ട് ഞാൻ പറയണേ. എൻ്റെ അടുത്ത് പലരും പറയും, അച്ഛാ അവിടെ പ്രശ്നമുണ്ട്, ഇവിടെ പ്രശ്നമുണ്ട്, എൻ്റെ കുടുംബത്തിൽ പ്രശ്നമുണ്ട്, സ്വസ്ഥതയില്ല, സമാധാനമില്ല, പൈശാചിക ബന്ധന, ബോധോച്ചാടനം, അതൊക്കെ ഇതൊക്കെ ഉണ്ട് അച്ഛാ. പലവിധ ബുദ്ധിമുട്ടുകളുണ്ട് ഞങ്ങളുടെ വീട്ടിൽ. പലരും വീട്ടിൽ കാണാൻ വരും, അച്ഛാ ഇങ്ങനെ പ്രാർത്ഥിക്കണം, അച്ഛാ ഈ തടസ്സമുണ്ട്, ഈ ക്ലേശമുണ്ട്, ക്ലച്ച് പിടിക്കണില്ല, കാര്യങ്ങൾ ശരിയാവണില്ല, എന്തോ പ്രശ്നമുണ്ട്. ഞാൻ അവരോടൊക്കെ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, ദൈവം ഉണ്ടേ നീ രക്ഷപ്പെട്ടിരിക്കും. ദൈവം ഉണ്ടാവണം, അത്രേ ഉള്ളൂ. ജീവിതത്തിൽ നിങ്ങൾ പല കാര്യങ്ങൾക്ക് വേണ്ടി ഓടിയെടുക്കും കേട്ടോ. ഞാൻ ഈ ധ്യാനത്തിനിടയിൽ ആരൊന്നും കാണത്തില്ല കേട്ടോ. നിങ്ങൾ ഇനി ഇതും പറഞ്ഞത് കേട്ടോണ്ട് അന്ന് നാളെ പോയി അച്ഛനെ കണ്ടേക്കാം. നെവർ. ഞാൻ കാണാറില്ല. ധ്യാനത്തിനിടയിൽ ആരെയും കാണത്തില്ല, പ്രാർത്ഥന മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരാളെയും കാണത്തില്ല കേട്ടോ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാനിരുന്ന് പകൽ സമയത്ത് ഇരുന്ന് പ്രാർത്ഥിക്കും. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടേ വരുള്ളൂ. പകൽ ധ്യാനത്തിനിടയിൽ അച്ഛൻ കാണുന്നത്. അതിൻ്റെ കുഴപ്പമെന്നറിയോ? ധ്യാനത്തിനിടയിൽ ഞാൻ നിങ്ങളെ ആരെയെങ്കിലും കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾ പറയുന്ന ഒരു പ്രശ്നമായിരിക്കും ചിലപ്പോൾ രാത്രി ഞാനത് പറയാൻ പോണേ. അപ്പോൾ ആ പറയണ വ്യക്തിയായിരിക്കും, ദൈവമേ എന്നാലും ഈ അച്ഛനോട് പറഞ്ഞ വഴി തന്നെ രാത്രി അത് കാച്ചില്ല കേട്ടോ. അത് ഭയങ്കര ഡേഞ്ചറാ. അതുകൊണ്ട് ഞങ്ങൾക്കിപ്പോൾ ധ്യാനഗുരുക്കന്മാർക്ക് തന്നിരിക്കുന്ന ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ളത്, ധ്യാനത്തിൻ്റെ ഇടയിൽ ആരും കാണരുത്. ധ്യാനത്തിൻ്റെ പ്രശ്നം എന്നറിയോ? ചിലപ്പോൾ ആ പ്രശ്നം പിടിച്ച വ്യക്തി എൻ്റെ അടുത്ത് വരുന്നത് മറ്റു വ്യക്തികൾ കണ്ടിട്ടുണ്ടാവും.
അപ്പോൾ മറ്റു വ്യക്തികൾ പറയും, ഇന്ന് മറ്റവൾ പോയിണ്ടായിരുന്നു അതുകൊണ്ട് കൊടുത്തതാ. അവിടെയും പ്രശ്നമാണ്. അപ്പം അതുകൊണ്ട് ധ്യാനത്തിനിടയിൽ ആരെയും കാണത്തില്ല, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും. എനിക്ക് നിങ്ങളെ ആരെയും അറിയാൻ പാടില്ല കേട്ടോ, ഒരാളെ അറിയാൻ പാടില്ല. എന്നെ ആർക്കെങ്കിലും അറിയോ? ഒന്നോ യൂട്യൂബിലല്ലേ? അത് വലിയ കാര്യങ്ങളായിരുന്നില്ല കേട്ടോ, പേഴ്സണലായിട്ട് അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ പറയണേ, എസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തിൻ്റെ അറിയത്തില്ല എസ് കേട്ടോ. അപ്പം അതുകൊണ്ട് എനിക്ക് നിങ്ങൾ പറയുന്നത്, നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഞാൻ എപ്പോഴും അതറിയോ, എൻ്റെ അടുത്ത് പലരും വരും, അച്ഛാ എൻ്റെ വീട്ടിൽ ഇച്ചിരി ബന്ധനം കിടക്കുന്നുണ്ട്, ഇച്ചിരി പ്രശ്നമുണ്ട്, എന്നും വഴക്കാ, വീട്ടിൽ സ്വസ്ഥതയില്ല, കുടുംബത്തിൽ ഐശ്വര്യമില്ല, എന്നും തടസ്സങ്ങളാ, എന്നും വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, പൈശാചിക ബന്ധനങ്ങളുണ്ട്. ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കുന്നൊരു കാര്യം, അച്ഛാ ഞങ്ങൾ ചിലപ്പോൾ പരീക്ഷയ്ക്ക് വേണ്ടി പരിശ്രമിക്കുന്ന ഒരു ബിസിനസ് തുടങ്ങി, ക്ലച്ച് പിടിക്കണില്ല, തടസ്സപ്പെടാ, ഒന്നും ശരിയാവണില്ല. എൻ്റെ അടുത്ത് പലരും വരാറുണ്ട് അങ്ങനെ, ഒത്തിരി പേര്. ഞാൻ പറയാലോ, ഞാനൊരു 10 വർഷമായി ഈ ധ്യാനത്തിൻ്റെ മേഖലയിൽ. 10 വർഷത്തിനിടയിൽ ഒത്തിരി പേരായി വരുന്നു. ഞാൻ അവരോടൊക്കെ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, ദൈവം ഉണ്ടേ, നീ പേടിക്കണ്ട, ഒന്നിനെയും പേടിക്കണ്ട ഈ ലോകത്ത്, ഒന്നിനെയും. ദൈവം ഉണ്ടാവണം, പക്ഷേ ദൈവം ഉണ്ടാവണം. പ്രാർത്ഥിക്കുന്നൊരു വീടാണ് നിൻ്റെ വീടെങ്കിൽ, ആരാധനയിൽ, നിൻ്റെ സഭയിൽ ആരാധനയിൽ പങ്കെടുക്കുന്നൊരു വ്യക്തിയാണ് നീയെങ്കിൽ, വിശുദ്ധമായി ജീവിതം നയിക്കുന്നൊരു വ്യക്തിയാണ് നീയെങ്കിൽ, നീ ഒന്നിനും പേടിക്കണ്ട. ഞാൻ ഇവിടെ ആണയിട്ട് പറയാം നിങ്ങളോട്, നിങ്ങളുടെ മുമ്പിൽ അടിയുറച്ച വിശ്വാസത്തോടെ പറയണേ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവമാണ് ഒന്നാം സ്ഥാനമെങ്കിൽ നീ ഒന്നിനെയും കുറിച്ച് പേടിക്കണ്ട. നിങ്ങൾ ഇന്ന് വായിച്ച ഭാഗമുണ്ട്, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1-ാം തിരുവചനം. ഇന്നെടുത്തേ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1-ാം തിരുവചനം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ഒന്നിനെക്കുറിച്ചും കലങ്ങിപ്പോകരുത്. ചേച്ചി സ്റ്റാൻഡപ്പ്, പേരെന്നോട്ടാ? ജിജി. സുന്ദരിയ, വായിച്ചോ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നം വന്നാലും കലങ്ങരുത്, ചങ്കടിച്ച് കരയരുത്. എത്ര വേദനയുണ്ടെങ്കിലും തമ്പുരാൻ നോക്കിക്കൊള്ളുന്നുള്ള വിശ്വാസത്തോടെ ജീവിക്കുക. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ബോധ്യം, ഉറപ്പ് കേട്ടോ. വലുതരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇടവേ പ്രശ്നങ്ങളുണ്ടാകും, സങ്കടങ്ങളുണ്ടാകും, ബുദ്ധിമുട്ടുകളുണ്ടാകും, രോഗങ്ങളുണ്ടാകും, തടസ്സങ്ങളുണ്ടാകും, ക്ലേശങ്ങളുണ്ടാകും, മക്കളെക്കുറിച്ചുള്ള ചില ചിന്തകളുണ്ടാകും, ഒക്കെ ഉണ്ടാകും. പക്ഷെ ഇതൊക്കെ ചേർത്ത് വെച്ചിട്ട് നീ വിശ്വസിക്കണം, എൻ്റെ ദൈവം ഉണ്ടാവും എൻ്റെ കൂടെ. ദാറ്റ്സ് ഇനഫ്, ദാറ്റ്സ് ഇനഫ്. നമുക്ക് ജീവിക്കാൻ അത്ര മതി കേട്ടോ, എന്ത് വന്നാലും ജീവിക്കാൻ അത്ര മതി. ആകുലരാകണ്ട, കലങ്ങണ്ട, നിന്റെ ഹൃദയം കലങ്ങണ്ട. പ്രശ്നങ്ങൾ ഉണ്ടായിക്കോട്ടെ, ഉണ്ടാവട്ടേന്നേ. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഇസ്രായേൽ ജനത്തോട് മോശ പറഞ്ഞൊരു ഡയലോഗുണ്ട്, വളരെ സുന്ദരമായൊരു ഡയലോഗാ. മുമ്പിൽ ആർത്തിരുമുന്ന കടല, എന്ത് ചെയ്യുന്നറിയാൻ പാടില്ല. പിന്നിൽ ഈജിപ്ഷ്യൻ സൈന്യ, നിങ്ങൾ ഓർത്തോളാം, കൊന്നുകളയും, വന്ന വഴിക്ക് കൊല്ലും, ഉറപ്പ്. ഈജിപ്ഷ്യൻ സൈന്യം പിന്നിക്കൂടെ വന്നുകൊണ്ടിരിക്കുക, മുമ്പിൽ ആർത്തിരുമുന്ന കടല. മോശ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞ വളരെ സുന്ദരമായൊരു ഡയലോഗുണ്ട്, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, ആര് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും? ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു. ഞാൻ ഉപയോഗിക്കുന്ന POC ബൈബിളാട്ടാ, അതുകൊണ്ട് കുറച്ച് വ്യത്യാസങ്ങളുണ്ടാവും. ഞാൻ ഉപയോഗിക്കുന്നത് POC ബൈബിളാണ്, സത്യവേദ പുസ്തകമല്ല. അതുകൊണ്ട് ഞാൻ പറയുന്ന ചില വാക്കുകൾക്ക് വ്യത്യാസം ഉണ്ടാവും. അർത്ഥം സെയിം ആയിരിക്കും, പക്ഷെ വ്യത്യാസം ഉണ്ടാവും, ചില വാക്കുകൾക്ക് വ്യത്യാസം ഉണ്ടാവും. മോശ ജനത്തോട് പറഞ്ഞെങ്ങനെയാ, നിങ്ങൾ ശാന്തരായിരിക്കും, ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു. ജീവിതത്തിൻ്റെ ഏത് പ്രശ്നത്തിലും സങ്കടത്തിലും വേദനയിലും നീ ചിന്തിക്കേണ്ട കാര്യം തന്നെയാ, ദൈവം എനിക്ക് വേണ്ടി നിൽക്കും. നീ വിശ്വസിക്കുന്നവനാണോ, പ്രാർത്ഥിക്കുന്നവനാണോ, ദൈവത്തിൻ്റെ അടുത്തിരിക്കുന്നവനാണോ, നീ ഒന്നിനെക്കുറിച്ചും പേടിക്കണ്ട, ഒന്നിനെക്കുറിച്ചും. കാരണം ദൈവം എനിക്ക് വേണ്ടി നിലകൊള്ളും. 1 പത്രോസ് 5:6 ഒന്നെടുത്തേ. 1 പത്രോസ് 5:6 പെട്ടെന്ന് എടുക്കണേ. അഞ്ചിനിച്ച് ചോദിച്ചൂട് ചൊത്തി വായിക്കുക, എനിക്ക് കേൾക്കണില്ല. താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു, അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്ക് കീഴെ താണിരിപ്പിൻ. ആ വചനം ഒന്ന് വായിച്ചോളണം കേട്ടോ. ഒന്നുകൂടി ഒന്ന് വായിച്ചേ, എല്ലാവരും കൂടി ഒന്ന് വായിച്ചേ, ആ വചനം ഒന്ന് വായിച്ചേ. എല്ലാവരും കൂടി വായിക്കാൻ പറഞ്ഞപ്പോൾ എന്തൊരു ശബ്ദമാണോ. റെഡി, 1 2 3 സ്റ്റാർട്ട്. ഒന്ന് വായിച്ചേ. താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്ന, അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്ക്
കൈ കീഴെ താണിരിപ്പിൻ. ജീവിതത്തിൽ എപ്പോഴും ഓർത്തോണം, നീ തമ്പുരാൻ്റെ കൂടെയാണ് ഇരിക്കണേ. അവൻ്റെ ബലമുള്ള കരത്തിൻ്റെ കീഴെയാണോ നീ ഇരിക്കണേ? നീ പേടിക്കണ്ട, ഒന്നിനും പേടിക്കണ്ട. തക്ക സമയത്ത് ദൈവം ഇടപെട്ടോളൂ. നിന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലെന്ന് അച്ഛൻ പറഞ്ഞിട്ടില്ല, സങ്കടങ്ങൾ ഉണ്ടാവില്ലെന്ന് അച്ഛൻ പറഞ്ഞിട്ടില്ല, രോഗങ്ങൾ ഉണ്ടാവില്ലെന്ന് അച്ഛൻ പറഞ്ഞിട്ടില്ല. പക്ഷെ അച്ഛൻ ഒറ്റ കാര്യം പറയാനുള്ളൂ, നീ ദൈവത്തിൻ്റെ ആ ബലമുള്ള കരത്തിൻ്റെ കീഴെയാണോ നീ നിൽക്കണേ? പേടിക്കണ്ട, ഒന്നിനെക്കുറിച്ചും പേടിക്കണ്ട കേട്ടോ. നിങ്ങളോട് ഈ പ്രസംഗിക്കുന്ന ജിനു അച്ഛൻ്റെ ജീവിതത്തിലും ഇഷ്ടം പോലെ പ്രശ്നങ്ങളുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ. അത് ഞാൻ നാളെ പറയും. ഇന്നിപ്പോൾ 9 മണിയായി, നിങ്ങൾക്ക് പോണ്ടേ വേണ്ടേ? ഇന്നിവിടെ കിടന്നോ ഏട്ടാ? വീട്ടിൽ പോണ്ടേ? ബോറടിക്കണ്ട? അറിയോ? ഓക്കെ, കംഫർട്ടബിൾ? ഞാൻ ഒരു മണിക്കൂർ കൊടുത്ത് പ്രസംഗിക്കട്ടെ? ഓ, എന്നാ തള്ളടാ തള്ളിയേ. നാളെ നിങ്ങൾക്ക് ജോലിക്കൊക്കെ പോകണ്ടേ കേട്ടോ. ഞാനിന്ന് നല്ല യാത്ര കഴിഞ്ഞിട്ട്, ഞാൻ രാവിലെ കയറുന്നതാ ട്രെയിന്. ഞാൻ അങ്കമാലിയിൽ നിന്നല്ലേ കയറണേ. അപ്പോൾ രാവിലെ ഒരു എത്ര മണിക്ക് 10-11 മണിയാകുമ്പോൾ എൻ്റെ പള്ളിയിൽ നിന്ന് ഇറങ്ങണം, എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങണം. എന്നാലേ എനിക്ക് റെയിൽവേ സ്റ്റേഷനിൽ കയറി വരാൻ പറ്റുള്ളൂ. അപ്പോൾ അത്രയും ദൂരം നിന്ന് യാത്ര ചെയ്ത് വൈകുന്നേരം ഇവിടെ എത്ര മണിക്ക് എത്തി? 6:10 എത്തി കേട്ടോ. അതുകൊണ്ട് അജിയാണ് കൊണ്ടുവന്ന് തന്നെ കേട്ടോ. അജി കൃത്യമായിട്ട് കൊണ്ടുവന്നു കേട്ടോ, നല്ല ഡ്രൈവിംഗ് ചെയ്യും കേട്ടോ. എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് എത്തിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇന്ന് നല്ല യാത്ര ഉള്ളതുകൊണ്ടും നല്ല വിശപ്പുള്ളതുകൊണ്ടൊക്കെ എനിക്ക് എല്ലാ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നാളെ നമുക്ക് കാണാം കേട്ടോ. ഇന്നിപ്പോൾ 9 മണി കഴിഞ്ഞു, 9 മണി വരെയല്ലേ പറഞ്ഞിട്ടുള്ളൂ. എത്ര മണി വരെ പറഞ്ഞേക്കണേ? നാളെ ചിലപ്പോൾ 10-15 മിനിറ്റൊക്കെ കൂടിപ്പോകും, 9:15 ഒക്കെ പോകും. കുഴപ്പമുണ്ടെങ്കിൽ പറഞ്ഞോ. ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ, എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ അതുകൊണ്ട് നാളെ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഇന്ന് ധൈര്യപൂർവ്വം പോയി നന്നായിട്ട് കിടന്നുറങ്ങാം. ഒരു കാര്യം കൂടി എനിക്കുണ്ട് കേട്ടോ, നിങ്ങളുടെ കൂടെ ഉള്ളവരെ കൂടി വിളിച്ചിട്ട് വരണം. ഇത്രയും സ്ത്രീകൾക്ക് ഇത്രയും പുരുഷന്മാരുള്ളൂ അല്ലേ? ആണല്ലയോ? ആണല്ലയോ? അല്ല, പുരുഷന്മാരോടല്ല ചോദിച്ചു, ഞാൻ സ്ത്രീകളോട് ചോദിച്ച കേട്ടോ. ഇത്രയും സ്ത്രീകൾക്ക് ഇത്രയും പുരുഷന്മാരുള്ളൂ അല്ല? അപ്പം നിങ്ങളൊക്കെ ആണല്ലയോ? ഓ, എൻ്റെ പൊന്നട വായോറൊക്കെ. നിങ്ങൾക്ക് ഭർത്താക്കന്മാരുണ്ടോ? ഞങ്ങളുടെ ഇടവകയിൽ ഒരു യൂണിറ്റിൽ ഞാൻ വിളിക്കുന്നത് വിധവ വാർഡ് എന്നാ. അവിടെ എല്ലാം സ്ത്രീകളെ വരെയുള്ളൂ, പുരുഷന്മാർ വരാറില്ല. അപ്പോൾ അതുകൊണ്ട് പറയാം കേട്ടോ. അപ്പോൾ നിങ്ങളങ്ങനെയല്ലെന്ന് എനിക്കറിയാം. ഇത്രയും സ്ത്രീകൾക്ക് ഇത്രയും പുരുഷന്മാർ പോരാ, ഇനിയും വേണം. അപ്പോൾ എനിക്ക് പറയുന്നറിയോ, ഈ കൺവെൻഷൻ എന്നൊക്കെ പറഞ്ഞ കാര്യം ചിലപ്പോൾ നിങ്ങൾക്ക് ജോലി കഴിഞ്ഞിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് 8 മണിക്ക് വരാൻ പറ്റുള്ളൂ. മതിയെന്ന് 8 മണിക്ക് വന്നാൽ മതി. 8:15 വരാൻ പറ്റുള്ളൂ. മതിയെന്ന്. നിങ്ങൾ ലേറ്റായി വരുമെന്ന് അച്ഛൻ നോക്കണില്ല, വന്നോന്ന് നോക്കണുള്ളൂ കേട്ടോ. എന്തിനാ കാണണമെന്നറിയോ? ഈ കൺവെൻഷനൊക്കെ കൂടുമ്പോൾ നിങ്ങൾ കുടുംബം ഒന്നിച്ചിരുന്ന് കൂടണം. മക്കള് നിങ്ങൾ കൊണ്ടുപോവാ. നിങ്ങളുടെ പിള്ളേരെന്തേ? ഇത്രയും പേർക്ക് ഇത്രയും പിള്ളേരുള്ളൂ ഇവിടെ? അതൊക്കെ ഇല്ലേ? പിള്ളേരില്ലാത്ത സ്ഥല? നിങ്ങൾ പിള്ളേരെ കൊണ്ടുപോവാ. പണ്ടൊക്കെ കൺവെൻഷൻ പോകുമ്പോൾ ഒരു പിള്ളേരെ കൊണ്ടുവരും. ഇപ്പം നിങ്ങൾ ചിന്തിച്ചു നോക്കേ, നമ്മുടെ പിള്ളേർ പള്ളി വരുമോ? പോവാ തേങ്ങ പ്രാർത്ഥിക്കുമോ? എന്തിയേ? നമ്മുടെ വീട്ടിൽ നിങ്ങൾ ഇതിനെ ചിന്തിച്ചു നോക്കെ. ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ നമ്മുടെ യുവതിവാക്കൾ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള പിള്ളേർ ഇനി പള്ളി കയറുമെന്ന് നിങ്ങൾക്ക് തോന്നണ്ട. എന്തുകൊണ്ടാണെന്നറിയോ? നമ്മൾ പഠിപ്പിച്ചിട്ടില്ല. അവിടെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. നമ്മുടെയൊക്കെ ചെറിയ പ്രായത്തിൽ നിങ്ങളൊക്കെ ചിന്തിച്ചു നോക്കി, നമ്മളൊക്കെ പള്ളി പോയത് നമുക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാണോ? അല്ല. ഞാനൊക്കെ പള്ളി പോയത് എൻ്റെ അപ്പനമ്മയും തല്ലി കൊട്ടിക്കൊണ്ടുപോയതാ. സത്യം വരണേ, തല്ലി കൊട്ടിക്കൊണ്ടോ എല്ലാ ദിവസവും. ഞങ്ങൾക്ക് എല്ലാ ദിവസവും ആരാധനയുണ്ട്. എല്ലാ ദിവസവും ആരാധന. നിങ്ങൾക്കറിയാലോ, ഞങ്ങൾ ചെറുമലബാറിൽ എല്ലാ ദിവസവും കുർബാനയുണ്ട്. ഞങ്ങൾ എല്ലാ ദിവസവും ആരാധനയ്ക്കുണ്ട്. എൻ്റെ അപ്പൻ്റെ ഏറ്റവും നിർബന്ധം പിടിച്ച 2 കാര്യങ്ങളുണ്ടായുള്ളൂ. കുടുംബ പ്രാർത്ഥന ചൊല്ലിയിരിക്കണം. നിർബന്ധമാണ്. പുള്ളിക്ക് മസ്റ്റാ. വേറെ ഒന്നിലും പുള്ളിക്ക് നിർബന്ധമില്ല. ഞാൻ ഇന്നോർക്കും SLC പരീക്ഷ എടുക്കുക, മാത്സിൻ്റെ പരീക്ഷ. ഞാൻ എൻ്റെ തന്തയോട് പറഞ്ഞു, എൻ്റെ അപ്പ 2 മണിക്കൂർ പള്ളി പോയി രാവിലെ പഠിക്കാൻ പോയ 2 മണിക്കൂർ, പ്രാർത്ഥിക്കാൻ പോയ, ആരാധനയ്ക്ക് പോയ 2 മണിക്കൂറും അപ്പാ SLC പരീക്ഷയല്ലേ ഇന്ന്. ഞാനിരുന്ന് പഠിച്ചോട്ടപ്പാ. എൻ്റെ തന്തനോട് പറഞ്ഞോ ഡയലോഗ് ഒന്നിട്ടെന്നറിയോ? എൻ്റെ പൊന്നു ജിനുവാനെ, നീ SLCക്ക് തോറ്റാലും അപ്പന് കുഴപ്പമില്ല, പള്ളി പോ. നമ്മളൊക്കെ അങ്ങനെ വളർത്തിയോണ്ടാ ഇന്നും ജീവിക്കണേ. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, നമ്മുടെ പിള്ളേര് നന്നായിട്ട് ജീവിക്കുന്നു എനിക്ക് ഉറപ്പുണ്ടാ? ഇങ്ങനെ ഇരുന്ന ഞാൻ പറയുന്നറിയോ, നിങ്ങളാദ്യം നിങ്ങളുടെ മക്കൾക്ക് ദൈവത്തെ കൊടുത്ത് പഠിപ്പിക്ക്, നിർബന്ധിക്ക്, പിന്നാലെ കടന്ന്
പള്ളി പോടാ. ചിലപ്പോൾ മിറ്റത്തിരിക്കുള്ള മതീന്നേ, ചിലപ്പോൾ തൂണുമ ചാരിയിരിക്കണാണ്, മതീന്നേ കൊണ്ടുപോയിനെ വലിച്ച് പിടിച്ചു കൊണ്ടുപോവാ. എന്നൊക്കെ എൻ്റെ അപ്പൻ വലിച്ചോട്ട് കൊണ്ടുപോയേ. എത്ര പ്രാവശ്യം ബാത്റൂമിൽ പോകണമെന്ന് പറയുന്നറിയോ? നിന്നെ ടോയ്ലറ്റിൽ അവിടെ കൊണ്ടുപോയി കൊടുത്തു എന്നും പറയണില്ല. എത്ര പ്രാവശ്യം അങ്ങനെയൊക്കെ പള്ളി പോയത് ഞാൻ. ഇന്ന് വചന പ്രഘോഷണ വേദിയിൽ നിൽക്കുമ്പോഴും ഞാൻ പറയാ, നിർബന്ധിച്ച് വിട്ടോണ്ട് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കണേ. എൻ്റെ അപ്പൻ തന്ന ഏക അനുഗ്രഹത പള്ളി പോകാൻ പഠിപ്പിച്ചു. എനിക്ക് നിങ്ങളും അറിയോ, നിങ്ങളുടെ പിള്ളേരുടെ ചെറിയ പ്രായത്തിൽ ആരാധനയ്ക്ക് വന്നിരിക്കുന്നു. അവർക്ക് ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല, ചെറിയ പ്രായത്തിൽ ഇതൊക്കെ കേൾക്കുന്നു, ഇഷ്ടമുള്ള കാര്യമല്ല. പക്ഷെ അവരെ നിർബന്ധിപ്പിക്കണം. പള്ളി വാ മാവനെ, അപ്പനമ്മയും പോലെ നീ അവിടെ വന്നിരിക്കി, എന്നിട്ടുള്ള പഠിത്തം നിനക്ക് മതി. അതെങ്ങനെയാ? പിള്ളേരൊക്കെ ചെവിയൊത്തിയേ പിള്ളേരൊക്കെ ചെവിയൊത്താൻ, ഏത് കൊച്ചങ്ങളൊക്കെ ചെവിയൊത്താൻ. ഇനി പിള്ളേരെന്ന് പറഞ്ഞിവിടെ അറിയാൻ പോലെ തൃശ്ശൂരൊക്കെ ചെന്ന കന്നാലികളൊക്കെ ചെവിയൊത്താൻ പറയും കേട്ടോ. അവിടെ കന്നാലിന്ന് വിളിക്കുക പിള്ളേരെ. ചെവിയൊത്ത് പറഞ്ഞോടക്കടാ, ചെവിയൊത്ത്. നീ ഇതൊക്കെ കേൾക്കണ്ടേ, പിന്നെങ്കിൽ നീ ചെവിയൊത്തിയേ. പൊത്തിയാ പഠിക്ക് ചെവിയൊത്തിയില്ലേ? പഠിക്കീന്ന് 24 മണിക്കൂറും പറഞ്ഞാൽ നിന്റെ കൊച്ചു പഠിക്കൊന്നുമില്ല. പൊയ്ക്കോ, നന്നായിട്ട് പഠിക്കണം കേട്ടോ. ഫുൾ A+ എല്ലാ സമയം ഇരുന്ന് പഠിച്ചോളണം കേട്ടോ. ഞാൻ എന്തിനാന്ന് പറയുന്നറിയോ? ഇടവേ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം അറിയോ? ഞാനിപ്പോൾ ഞാൻ ഒരു സിമ്പിൾ ഉദാഹരണം പറയാം. ഞങ്ങളൊക്കെ 10ാം ക്ലാസ് കഴിഞ്ഞ് സെമിനാരിൽ പോണതാ. 10ാം ക്ലാസ് കഴിഞ്ഞ് ഞങ്ങളൊക്കെ അച്ഛന്മാർ ഞങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞ് സെമിനാരിൽ ചേർന്ന 12 വർഷം കഴിഞ്ഞിട്ട് സെമിനാരിൽ നിന്ന് പുറത്തു തന്നെ 12 വർഷം അച്ഛനാകാൻ പഠിക്കുന്നവരെ ഞങ്ങൾ എന്തോരം പഠിച്ചു കൂട്ടണമെന്നറിയോ? എന്തോരം ക്രെഡിറ്റുകൾ ഉണ്ടെന്നറിയോ ഞങ്ങൾക്ക്? അതുപോലെ വലിയ പുസ്തകങ്ങളാണ് ഞങ്ങൾ പഠിക്കണേ. ഇത് കൂടാതെ പുറത്തു പോയി പഠിക്കണേ. ഞങ്ങളൊരു സത്യാവസ്ഥ കൂടെ പറയാം. ഞങ്ങൾ +2 പുറത്തു പോയി പഠിക്കണേ. ഡിഗ്രി ഫിലോസഫി ചെയ്യണേ. അത് പുറത്തു പോയി പരീക്ഷ എഴുതണം. ഈ +2 പുറത്തു പോയി പഠിക്കുമ്പോൾ ശരിക്കും പറഞ്ഞ് ഞാൻ കൊമേഴ്സ് മാത്സ് പഠിച്ചേ. ഞങ്ങൾ 14 പേരാ സെമിനാരിൽ പോയി പഠിക്കണം. പുറത്തു പോയി പഠിക്കുന്ന സമയത്ത് എന്നും ടീച്ചർമാർക്ക് കംപ്ലൈൻറ്റാ. കാരണം എന്ന് വെച്ചാൽ പഠിക്കാൻ നേരില്ല. ഞങ്ങൾക്ക് സെമിനാരിൽ പഠിക്കാൻ നേരില്ല. 1.5 മണിക്കൂറേ കിട്ടുള്ളൂ പഠിക്കാൻ. ബാക്കി സമയം അവിടെ പ്രാർത്ഥന. 3-4 മണിക്കൂർ പ്രാർത്ഥനയാ. അരമണിക്കൂർ കളി, അരമണിക്കൂർ ജോലി, പിന്നെ ഞങ്ങളുടെ കാര്യങ്ങൾ, ഭക്ഷണം, സൈലൻസ്, ഇതൊക്കെ ഉണ്ട്. 11 മണിയാകുമ്പോൾ കിടന്നോളാം. 11 മണി 11:30 കിടന്നോളാം. ഏകദേശം എല്ലാ ദിവസവും 1.5 മണിക്കൂർ പഠിക്കാൻ കിട്ടും. 1.5 മണിക്കൂർ. ഇതിൻ്റെ ഇടയിൽ പ്രോജക്റ്റ് ചെയ്യണം, അസൈൻമെൻറ്റ് ചെയ്യണം, സെമിനാർ ചെയ്യണം, ഇതൊക്കെ ചെയ്യണം. ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് സ്കൂളിൽ പോകും, കോളേജിൽ ചെന്ന് എന്നും ഞങ്ങളുടെ മിസ്മാരെ ഞങ്ങൾ പുറത്തിറക്കും. എല്ലാ ദിവസവും ക്ലാസ്സിന് പുറത്തിറക്കും. ഞങ്ങൾ പറയും, ടീച്ചറെ സമയമില്ല. അച്ഛന്മാരെ അച്ഛൻകുട്ടികളെ നിങ്ങളിങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങൾക്ക് സമയമില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പ്രോജക്റ്റ് കൃത്യസമയത്ത് ഹാജരാക്കണം. ഞങ്ങൾക്കിത് സമയമില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം കേട്ടോ, എല്ലാ ദിവസവും ക്ലാസ്സിൽ പുറത്തിരിക്കണ ഞങ്ങൾ 14 ഫൈനൽ ഇയർ എക്സാമിന്. നിങ്ങൾ ഇന്നും എറണാകുളം കാർഡിനൽ സ്കൂളിൽ പോയി കോളേജിൽ പോയി ചോദിച്ചോ. അവിടെ എല്ലാ വർഷവും അച്ഛൻകുട്ടികൾക്കായിരിക്കും ആദ്യത്തെ, ഞങ്ങളുടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആദ്യത്തെ 14 സ്ഥാനം വന്നത് ഞങ്ങൾക്ക് 14 പേർക്കാണ്. ഈ ടീച്ചർമാരെ ഞങ്ങൾ ചോദിക്കും, ഈ ക്ലാസ്സിന് പുറത്തിരിക്കണം നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ മാർക്ക് കിട്ടണേന്ന്? എങ്ങനെയാ? ഒരു സത്യാവസ്ഥ കൂടെ അറിയാം. ഞാൻ ജന്മത്തൊരു പുസ്തകം മൊത്തം പഠിച്ചിട്ടില്ല. എനിക്ക് +2 എത്ര മാർക്കുണ്ടെന്നറിയോ? എല്ലാ ക്ലാസ്സിൻ്റെ പുറത്താ. എത്ര മാർക്കുണ്ടെന്നറിയോ? 600-ൽ 511 മാർക്കുണ്ട്. ഇതെങ്ങനെ കിട്ടിയെന്നറിയോ? പുസ്തകം തുറന്നു വയ്ക്കും. എൻ്റെ കർത്താവേ, മൊത്തം പഠിക്കാനുള്ളത് അവധി എനിക്കില്ല, അതിനുള്ള ബുദ്ധിയുമില്ല. എങ്ങനെയൊക്കെ കറക്കി ഒരു കുത്തും. അത് പഠിച്ചിട്ടുണ്ടാവും. അത് തന്നെയായിരിക്കും പരീക്ഷയ്ക്കും വന്നേക്കണേ. അതാ പറഞ്ഞേ, ദൈവം ഉണ്ടേ നീ രക്ഷപ്പെട്ടുണ്ടാവും. ഞാൻ നിങ്ങളോട് പറയുന്നറിയോ, നിങ്ങളുടെ കൊച്ചങ്ങൾ 24 മണിക്കൂറും പഠിപ്പാ. ജയിക്കണ്ട. വട്ടപൂജ്യം വാങ്ങിച്ചോണ്ട തന്നെ. എനിക്ക് പറഞ്ഞറിയോ, ദൈവം ഉണ്ടാവണം. അതുകൊണ്ട് വളരെ സുന്ദരമായൊരു വചനമുണ്ട് ബൈബിളിൽ, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന്. നിങ്ങൾ പണി, ജോലി, എൻ്റെ പൊന്നോ ജോലി, എടവേ ജോലി എടുത്തിട്ട് നീ 10 പൈസ ഉണ്ടാക്കിയാൽ നിൻ്റെ വീട്ടിലിരിക്കണമെന്നുണ്ടെങ്കിൽ ആര് വിചാരിക്കണം? ദൈവം വിചാരിക്കണമെന്ന്. നീ ഇപ്പോൾ 2000 രൂപ ഞായറാഴ്ച ആരാധന, 2000 രൂപ, 2000 രൂപയുടെ ജോലി, ഞായറാഴ്ച ആരാധന. നിങ്ങളാണെങ്കിൽ എതിര് പോവും. ആരാധന കേട്ടോ. 2000 രൂപയുടെ ജോലിക്ക് പോവും,
നിങ്ങൾ ചിന്തിച്ചോക്കെ, ഈ 2000 രൂപയുടെ ജോലിക്ക് പോയിട്ട് നീ വീട്ടിൽ വരുമ്പോൾ നിന്റെ കൊച്ചിനൊരു പനി ബാധിച്ചേക്കാണെങ്കിൽ ആ 2000 കൊണ്ടുപോയി നീ ആശുപത്രി കൊടുക്കണം. 2000 പോരാ, ചിലപ്പോൾ ഒരു 5000 കൊടുക്കേണ്ടി വരും ആശുപത്രിയിൽ. ആ പനി വരാതെ നോക്കണതാരാ? ദൈവ. ഇതൊന്നും മനസ്സിലാക്ക്. തമ്പുരാൻ വളരെ സുന്ദരമായിട്ടൊരു വചനം പറഞ്ഞു, ചെവി ഉള്ളവൻ കർത്താവിനറിയാം എല്ലാവർക്കും ചെവി ഉണ്ടെന്ന്. പിന്നെ ഇതിന് അങ്ങനെ പറഞ്ഞേ? എന്തോരം പറഞ്ഞാലും കയറാത്ത ചില ജന്മങ്ങള് അന്നുണ്ട്, ഞാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് അബ്രഹാം പറഞ്ഞ ചെവി ഉള്ളവൻ കേൾക്കട്ടെ എന്ന്. ചെവി എല്ലാത്തിനും ഉണ്ടെന്ന് കർത്താവിനറിയാം. കർത്താവ് പറഞ്ഞതോട് അതുകൊണ്ടാ ചെവി ഉണ്ടാവ്. എടവേ, നീ എന്തൊക്കെ നേടിയാലും എന്തോരം സമ്പാദിച്ചാലും കർത്താവില്ലെങ്കിൽ ഇതൊക്കെ പോകൂടോ. നിന്റെ കൊച്ചു 24 മണിക്കൂർ പഠിച്ചാലും ജന്മത്തെ പാസ്സാവണമെന്നില്ല. കർത്താവിൻ്റെ അടുത്തിരുന്ന് നോക്കിയേ, പഠിക്കേണ്ടത് പഠിക്കണോട്ടാ. എല്ലാ നേരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പരീക്ഷ പാസ്സാവുന്നില്ല. ചെയ്യേണ്ട കാര്യം ചെയ്യണം, അതിനോടുകൂടെ ദൈവത്തെ പിടിക്കണം. അപ്പം നിന്റെ കുടുംബം രക്ഷപ്പെടും, നിന്റെ മക്കൾ രക്ഷപ്പെടും. അപ്പം നാളെ വരുമ്പോൾ നിങ്ങളുടെ ആരെ കൊണ്ടുവരണം? മക്കളെ കൊണ്ടുവരണം. പിന്നെ ആരെ കൊണ്ടുവരണം? ജീവിത പങ്കാളിനെ കൊണ്ടുവരണം. കേട്ടോ? ചെവി ഉള്ളവൻ ആ കേക്ക്. നാളെ വരുമ്പോൾ എന്തിനത് പറഞ്ഞെന്നറിയോ? നിങ്ങളിപ്പോൾ ഈ വചനമൊക്കെ പിടിച്ചോണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ വീട്ടിൽ ചെല്ല. അപ്പോൾ ഭർത്താവ് 4 കാലിൽ നിൽക്കുക. അപ്പോൾ പറയാ 1 യോഹന്നാൻ 4:4, നിന്റെ ഉള്ളിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനാണ്. പുള്ളിയുടെ അർത്ഥം മാറിപ്പോയി. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അവരെയും കൂടി പിടിച്ച് വലിച്ചു കൊണ്ടുപോവാ ഒരു 3 ദിവസത്തേക്ക്. എവിടെയെങ്കിലും തമ്പുരാൻ തൊടും. കേട്ടോ? ഇച്ചിരി ലൈറ്റ് ജോലി കഴിഞ്ഞിട്ട് ചിലപ്പോൾ 8 മണിക്ക് വരാൻ പറ്റുള്ളൂ, 8:30 വരാൻ പറ്റുള്ളൂ, 9 മണിക്ക് വരാൻ പറ്റുള്ളൂ. മതിയെന്ന് നിങ്ങളവരെ കൊണ്ടുപോവാ. 10 മിനിറ്റ് 10 മിനിറ്റ് കർത്താവിൻ്റെ അടുത്ത് ഇരിക്കട്ടെ. കേട്ടോ? അന്നേരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ നാളെ വരുമ്പോൾ നിങ്ങളുടെ കൂടെ ഉള്ളവരെ കൂടി ഇതൊരു വലിയ സുവിശേഷ വേലയാണ് കേട്ടോ. കർത്താവ് ചെയ്ത ഏറ്റവും വലിയൊരു സുവിശേഷ വേലയാണ് ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചേക്കണേ. നാളെ വരുമ്പോൾ കൂടെ ഉള്ളവരെ കൂടി വിളിച്ചിട്ട് വരിക, തമ്പുരാൻ്റെ വചനം കേൾക്കാൻ. അതിന് വേണ്ടിയിട്ടാണ് വിളിച്ചുകൊണ്ടിരാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ 1-ാമത്തെ കാര്യം. 2-ാമത്തെ കാര്യം, നാളെ ചെറിയൊരു ഒരു ബോക്സ് പോലെ ഇവിടെ വയ്ക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ നിയോഗങ്ങളുണ്ടെങ്കിൽ അച്ഛൻ അതിന് വേണ്ടി പ്രാർത്ഥിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രാർത്ഥനകൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കേണ്ടതാണെങ്കിൽ, അച്ഛൻ്റെ ജീവിതം പ്രാർത്ഥനയാണ്, അതുകൊണ്ട് പറഞ്ഞതാ. അച്ഛൻ്റെ കുടുംബം ഇതൊന്നുമില്ല, കല്യാണം കഴിക്കാത്ത അച്ഛനാണ് കേട്ടോ. ഇവിടെ ചിലർ വന്നപ്പോൾ ചിലപ്പോൾ ഇവിടെ വരുമ്പോൾ ആദ്യം എന്നോട് ചോദിക്കുന്നത്, പച്ചമേനെ കൊണ്ടുവന്നില്ലേ? ആഗ്രഹമൊക്കെ ഉണ്ടടാ, എന്ത് ചെയ്യാനാ? ആഗ്രഹമൊന്നും ഇല്ല കേട്ടോ, സത്യം പറഞ്ഞതാ, തമാശ പറഞ്ഞതാ. ഞാൻ പറഞ്ഞ കൊച്ചമ്മയൊന്നുമില്ല, ജീവിതം തന്നെ പ്രാർത്ഥനയാണ്. ഞങ്ങൾക്ക് പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും നിയോഗങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് എഴുതുക, ആ നിയോഗം എഴുതുക. ഇപ്പം നിങ്ങളുടെ പേര് ഇന്നെന്താ എഴുതുക? നിങ്ങൾ ആരെങ്കിലും അറിയത്തില്ല, അഡ്രസ്സൊന്നും എനിക്ക് വേണ്ട, നിങ്ങളുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം എൻ്റെ പള്ളിയിൽ നിങ്ങൾ വന്നാൽ ഒത്തിരി പ്രാർത്ഥനകൾ ഇങ്ങനെ എഴുതി തന്നിട്ടുണ്ട്, ഒത്തിരി സ്ഥലത്തുനിന്ന്. എൻ്റെ അടുത്ത് ഒത്തിരി പേര് ഇങ്ങനെ പ്രാർത്ഥനകൾ എഴുതി അയക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഒത്തിരി പേർക്ക് അനുഗ്രഹങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ പ്രാർത്ഥന നിങ്ങളുണ്ടെങ്കിൽ നാളെ ഇവിടെ ഒരു ബേസിൻ വയ്ക്കും, ഒരു ബോക്സ് വയ്ക്കും, അതിൽ കൊണ്ടുവന്ന് നിങ്ങൾക്ക് പ്രാർത്ഥനകൾ ഇടുക, പേരെഴുതുക. ഇപ്പം അച്ഛൻ്റെ കടബാധ്യത മാറാൻ വേണ്ടി അച്ഛന് പ്രാർത്ഥിക്കണോട്ടാ, അച്ഛൻ്റെ രോഗം മാറാൻ വേണ്ടി അച്ഛന് പ്രാർത്ഥിക്കണോട്ടാ, അച്ഛൻ്റെ കൊച്ചിൻ്റെ കല്യാണം നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. മാന്യമായിട്ടുള്ള പ്രാർത്ഥന പറഞ്ഞോളൂ. ഇനി അച്ഛ എൻ്റെ പശു പ്രസവിക്കണില്ല, ഞാൻ എന്ത് ചെയ്യാനാടാ വേല്, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് മാന്യമായിട്ടുള്ള പ്രാർത്ഥനകൾ എഴുതിയിടുക കേട്ടോ. അപ്പോൾ നാളെ അതിനുള്ള അവസരം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും. നാളെ വരുമ്പോൾ എനിക്ക് വേണ്ടി കൂടി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വരിക, കേട്ടല്ല? അപ്പോൾ നാളെ കാണാം. നിർത്തുക അച്ഛൻ, 9:15 നിർത്തുക കേട്ടോ. പലതരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. കരുണാസമ്പന്നനും ഞങ്ങളുടെ ജീവന്റെ പരിപാലകനുമാകുന്ന വാഴ്ത്തപ്പെട്ട കർത്താവേ, നല്ല ദൈവമേ, 65ാമത് സഭാദിനാഘോഷത്തിന്റെ കൺവെൻഷൻ യോഗത്തിന്റെ 1-ാം രാത്രി ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ലോക ജീവിത യാത്രയിൽ പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും മാർഗത്തിൽ അരുമനാഥനായ ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് ഈ രാത്രിയിൽ ദൈവവചനത്തിലൂടെ ഞങ്ങൾക്ക് ശ്രദ്ധിക്കുവാൻ കൃപ നൽകിയതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം.
ഞങ്ങളുടെ ജീവിത പടക് ലോകത്തിലെ പ്രയാസങ്ങളും പ്രതിസന്ധികളിലൂടെ ആഞ്ഞിലയുമ്പോൾ അരുമനാഥനായിരിക്കുന്ന ദൈവം ഞങ്ങളുടെ മധ്യത്തിൽ വന്ന് ഞങ്ങളുടെ ജീവിത പടകിനെ നിയന്ത്രിക്കുവാൻ പ്രാപ്തനാണ് എന്ന് ഞങ്ങൾക്ക് വീണ്ടും തിരിച്ചറിയുവാനും ഞങ്ങളുടെ വിശ്വാസത്തെ ഒരുപടി കൂടി ബലപ്പെടുത്തുവാനും കാരുണ്യവാനായ കർത്താവെ ഞങ്ങൾക്ക് കൃപ നൽകിയതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം. ഈ ലോക ജീവിത യാത്രയിൽ കുരിശെടുത്തുകൊണ്ട് ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ പഠിപ്പിച്ച കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയിരിക്കുന്ന കുരിശുകളെ കണ്ട് ഞങ്ങൾ പതറിപ്പോകുന്ന അനുഭവമല്ല, സ്തോത്രം ചൊല്ല് അതിനെ ചുമന്ന് ദൈവത്തിന്റെ പിന്നാലെ യാത്ര ചെയ്യുന്ന അജഗണങ്ങളായി തീരുവാൻ പരിശുദ്ധനായ കർത്താവ് ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ രാത്രിയിൽ ദൈവവചനം കേട്ട എല്ലാ ഹൃദയങ്ങളെയും അങ്ങ് രൂപാന്തരപ്പെടുത്തി ആശ്വസിപ്പിച്ച് ശക്തിപ്പെടുത്തിയ കൃപയ്ക്കായിട്ട് സ്തോത്രം. ദൈവവചനം പ്രഘോഷിച്ച പ്രിയാച്ചനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ ഈ നാളുകളിൽ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തെ ശക്തിയോടുകൂടി തന്നെ ജനത്തിന്റെ മധ്യയെ വിളമ്പുവാൻ കർത്താവ് കൃപ നൽകിയിരിക്കുന്നത് കൊണ്ട് സ്തോത്രം. നാളെയും മറ്റന്നേ നടക്കുന്ന ശുശ്രൂഷയിലും ദൈവത്തിന്റെ കൃപ പകരണമേ. ദൈവമേ, ഉദ്ഘാടകനായ അച്ഛൻ കൂടിയായിരിക്കുന്നത് കർത്താവെ ശുശ്രൂഷകൻ എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും ദൈവകൃപ പകർന്നുവല്ലോ. അനുഗ്രഹമേറിയ ഗാനങ്ങൾ ആലപിച്ച കർത്താവെ ചർച്ച് കോയറിനെ അനുഗ്രഹിച്ചതുകൊണ്ട് സ്തോത്രം. ആരെങ്കിലും കർത്താവെ രോഗത്താലോ ഭാരത്താലോ ആകുലതയോടുകൂടി ആയിരിക്കുന്നുവെങ്കിൽ ഈ കേട്ടതായിട്ടുള്ള ദൈവവചനം അവർക്ക് ആശ്വാസമായി, സൗഖ്യമായി, അഭയമായി, സൗകര്യമായി തീരുവാൻ കൃപ പകരണമേ. രാത്രിയിലുള്ള മടക്കയാത്രയിൽ ഞങ്ങളുടെ മേൽ ദൈവത്തിന്റെ കൃപ പകരണമേ. അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന മന്ന ഈ രാത്രി ഞങ്ങൾ തൃപ്തിയോടെ ഭക്ഷിച്ച് സമാധാനത്തോടെ വിശ്രമിച്ച് പ്രഭാതത്തിൽ സ്തോത്രത്തോടുകൂടി എഴുന്നേറ്റ് വിശുദ്ധിയോടെ ജീവിച്ച് വൈകുന്നേരത്തിൽ പ്രാർത്ഥനാപൂർവ്വം നാളത്തെ ദിവസം ഞങ്ങൾ വീണ്ടും ഈ ആലയത്തിന്റെ അംഗണത്തിലേക്ക് കടന്നു വരുമ്പോഴും പരിശുദ്ധ ദൈവത്തിന്റെ കൃപ നൽകി പരിപാലിക്കണം. മാനവും മഹത്വം കർത്താവ് സ്വീകരിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. വിശ്വാസ ഹൃദയങ്ങളോടുകൂടെ കർത്താവിൻ്റെ ആശീർവാദം കൈക്കൊള്ളുവിൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും സഹവാസവും ഞങ്ങൾ പ്രാർത്ഥന യാചിച്ച എല്ലാ കാര്യങ്ങളോടും ദൈവവചനം കേൾക്കുകയും കേൾപ്പിക്കുകയും ചെയ്തവരോടും ഞങ്ങളുടെ എല്ലാവരുടെയും തുടർ ജീവിതത്തോടും ശുശ്രൂഷകളോടും എപ്പോഴും കൂടിയിരിക്കുമാറാകട്ടെ. ആമേൻ.